ഫിറൗനെയും കൂട്ടക്കാരെയും തുരത്തി അവരെ നശിപ്പിച്ച് നിർമൂലനം ചെയ്ത് ബനൂ ഇസ്രായേലുകൾക്ക് അത് കൊടുത്തു. സൂറത്ത് ഷൂറായിൽ ബനൂ ഇസ്രായേലുകൾക്ക് നൽകി എന്ന് പറയുന്നുണ്ട്. ഇതേപോലെ താഴത്ത് അവിടെയും പറയണേ, ഫമാ ബക്കത്ത് അലൈഹിമു സമാഉ വൽ അർളു, അപ്പോൾ ആകാശമോ ഭൂമിയോ അവർക്ക് വേണ്ടി കരഞ്ഞില്ല. വമാ കാനൂ മുൻദരീൻ, അവർ അശേഷം പിന്തിക്കപ്പെട്ടതുമില്ല. അപ്പം എന്തതിൻ്റെ അർത്ഥം? ഫിറൗനും കൂട്ടരും അവിടെ നശിപ്പിക്കപ്പെട്ടപ്പോൾ ആകാശം ഭൂമിയും അവർക്ക് വേണ്ടി എന്തായില്ല? കരഞ്ഞില്ല. അപ്പോൾ ആകാശം ഭൂമിയും ചിലർക്ക് വേണ്ടി എന്താവും? കരയും. ആർക്ക് വേണ്ടി കരയും? നല്ല മുഅ്മിനീങ്ങൾക്ക് വേണ്ടി കരയും. നല്ല മുഅ്മിനീങ്ങൾ ചെയ്ത സുജൂദുകൾ, ഇബാദത്തുകൾ, അത് ഇനി എനിക്ക് കിട്ടൂലല്ലോ വെച്ചിട്ട് ആര് കരയും? ഈ ഭൂമി കരയും, ആകാശവും കരയും. ഈ അമലൊക്കെ ഉയർത്തപ്പെടുമായിരുന്ന ഒരു കവാടമുണ്ടാവും ഓരോരുത്തർക്കും ആകാശത്ത്. ഇനി അവൻ്റെ അമൽ ഇങ്ങോട്ട് ഉയർത്തപ്പെടൂലല്ലോ വെച്ചിട്ട് ആകാശവും കരയുന്നതാണ്. കേടണോ വയമോ? അങ്ങനത്തെ സുജൂദ് ചെയ്യണം, അങ്ങനത്തെ സുജൂദ് ചെയ്യണം. നമ്മൾ മരിച്ചാൽ ഭൂമി നമ്മളെ ഓർത്ത് കരുണയാതിയുള്ള സുജൂദ് നമുക്ക് ചെയ്യാൻ പറ്റും. ആയത്തിൻ്റെ തഫ്സീറിൽ ഈ ഹദീസൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല മനുഷ്യന്മാർ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഭൂമിയും കരയും ആകാശവും. നമ്മൾ കരുതി ഭൂമിയല്ല, നമുക്ക് ആർക്കെങ്കിലും അങ്ങനെ നമ്മളിപ്പോൾ ഈ ചെയ്യണം ഭൂമി കാണുന്നുണ്ടല്ലോ, അത് നാളെ അള്ളാഹിനോട് പറയല്ലോ എന്നുള്ള വല്ല വിചാരമുണ്ടോ? ഉണ്ടായിട്ടുണ്ടോ? ഖുർആൻ ഓതിയാൽ പോരാ. തറാവിയിൽ ഇത് കേൾക്കലില്ലേ? ഇദാ സുൽസിലത്തിൽ അർദ് സിൽസാലഹാ യൗമൈദിൻ തുഹദ്ദിസു അഖ്ബാറഹാ, അന്ന് ഭൂമി അതിൻ്റെ വർത്തമാനങ്ങൾ അള്ളാഹിനോട് പറയും. എന്താ അതിൻ്റെ വർത്തമാനങ്ങൾ? ആ ഭൂമിൻ്റെ പുറത്ത് വെച്ച ആളുകൾ ചെയ്തത്. ഇന്നയാളെ ഇന്നവൻ ഇവിടെ വെച്ച് കൊന്നിട്ടുണ്ട്, ആ ഭൂമിയാണ് പറയും. ഇന്നവൻ്റെ മുതൽ ഇന്നവൻ കട്ടിട്ടുണ്ട്, മോഷ്ടിച്ചിട്ടുണ്ട്, ഭൂമി പറയും. കോടതിയിൽ, അള്ളാൻ്റെ കോടതിയിൽ പ്രതീക്ഷിക്കാത്ത സാക്ഷികളാണ്. എല്ലാവരും കുറ്റം സമ്മതിച്ചുകൊണ്ടല്ലാതെ നരകത്തേക്ക് പോകില്ല എന്നാണ്. ഇവിടുന്ന് കോടതിയിൽ ശിക്ഷിച്ചാൽ ഞാൻ കുറ്റക്കാരനല്ല, ദയ കാണിക്കണം, വയസ്സായ തള്ളുണ്ട്, മക്കളുണ്ട്, കുട്ടികളുണ്ടെന്നൊക്കെ പറയല്ലോ, നിരപരാധിയാണെന്ന് എല്ലാവരും പറയല്ലോ. ഒറ്റ കുട്ടികൾ പറയില്ല അള്ളാൻ്റെ കോടതിയിൽ. ഫഅ്തറഫൂ ബിദംബിഹിം, തെറ്റ് സമ്മതിച്ചുകൊണ്ട് തന്നെയാണ് എല്ലാവരും കൊടുക്കുക പോവുക നരകത്തേക്ക്. സമ്മതിക്കാതിരിക്കാൻ കഴിയൂല. അവൻ്റെ അവയവങ്ങൾ തന്നെ പറയുന്നു, ഭൂമി പറയുന്നു. പിന്നെ കണ്ണും മോറും കൊണ്ടാൽ അറിയും ചെയ്യും ആളുകൾക്കൊക്കെ, മുഅ്മിനീങ്ങളെ. എന്തൊക്കെ ഒരവസ്ഥ നമ്മളൊന്ന് ആലോചിക്കുകയാണ്. പാപികളുടെ മുഖം കണ്ടിട്ട് തന്നെ ആളുകളെ തിരിച്ചറിയാൻ പറ്റും. നല്ല മനുഷ്യന്മാരുടെ മുഖം കണ്ടിട്ട് അവൻ തിരിച്ചറിയാൻ കഴിയും. സീമാഹും ഫീ വുജൂഹിഹിം മിൻ അഥരി സുജൂദില്ലേ, നമ്മൾ കൊണ്ട് പറഞ്ഞിട്ടുണ്ട് നമ്മട്ടേച്ചി. റസൂലുള്ളാഹിനോട് ആരോ ചോദിച്ചു, എല്ലാ ഉമ്മത്തിങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെങ്ങനെ തിരിച്ചറിയാൻ നബിയെന്ന്. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞതാണ്, സീമാഹും ഫീ വുജൂഹിഹിം മിൻ അഥരി സുജൂദ്, സുജൂദിൻ്റെ അടയാളം ഉണ്ടാവും മുഖത്ത്. അത് കണ്ടിട്ട് ഞാൻ എന്താവും? ഞാൻ പറയണത് ഈ ഭൂമിയും ഈ ആകാശവും ഈ കാണുന്ന സാധനങ്ങളൊന്നും നമ്മൾ കരുതിയമാർക്കല്ല. ദവാബ്, ജന്തുക്കളും എന്നാണല്ലോ. ജന്തുക്കളാണ് പോത്തുമൂരിയൊക്കെ, കുതിര, കൈത, ആന ഒക്കെ അല്ലാഹു തആലക്ക് സുജൂദ് എന്നാണ് പറയുന്നത്. അവിടെ ഇമാം അഹമ്മദ് റളിയല്ലാഹു തആല അൻഹു തൊട്ട് ഒരു ഹദീസ് ഉണ്ട്. ജാഅ ഫിൽ ഹദീസ് അനിൽ ഇമാം അഹമ്മദ്, അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ നഹാ നിരോധിച്ചു ഇത്തിഖാദി ദുഹൂരി ദവാബി മനാബിറ, ജന്തുക്കളുടെ ഇരിപ്പിടമാക്കലിനെ തൊട്ട്. ജന്തുക്കളുടെ പുറമുണ്ടല്ലോ, ഈ ജീവികളുടെ, കുതിര പോലത്തെ മൃഗങ്ങളുടെ പുറത്തെ ഇരിപ്പിടമാക്കുക, പീഠങ്ങളാക്കുക, അത് നബി തങ്ങൾ നിരോധിച്ചിരിക്കുന്നു. പീഠങ്ങളാക്കുക പറഞ്ഞാൽ യാത്ര ചെയ്യാം. യാത്ര കഴിഞ്ഞിട്ടും അതിൻ്റെ പുറത്തുനിന്ന് ഇറങ്ങാതെ അതിനങ്ങനെ നിർത്തി ഇവൻ അതിൻ്റെ മേലെ ഇങ്ങനെ ഇരിക്കുക, കസാലാക്കിയിട്ട് ഇങ്ങനെ, അത് തങ്ങൾ നിരോധിച്ചിരിക്കുന്നു. യാത്ര ചെയ്യാം, ഏറ്റവും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കാത്ത യാത്രയൊക്കെ ചെയ്യുക, ചുമടൊക്കെ കയറ്റുക. യാത്ര കഴിഞ്ഞാൽ അമ്പന്നിട്ട് ഇറങ്ങണം, ചോടൊക്കെ അതിൻ്റെ മുകളിൽ നിന്ന് മാറ്റി വെച്ച് കൊടുക്കണം. പണ്ടത്തെയൊക്കെ വാഹനങ്ങളാണത്. ഇപ്പോൾ ഈ ലോറിയിലൊക്കെ നമ്മൾ എത്രയും സമയം ആ സാധനം അവിടെ വെച്ചാൽ അതിന് കുഴപ്പമില്ല. അങ്ങനെയല്ല, ഒട്ടകപ്പുറത്തും കുതിരപ്പുറത്തും ഒക്കെ യാത്ര കഴിഞ്ഞാൽ ഉടനെ ചുമടൊക്കെ മാറ്റി കൊടുക്കണം. എന്താ കാരണം എന്നറിയോ? ഫറബ്ബ മർക്കൂബത്തിന്, എത്രയോ വാഹനങ്ങൾ ഖൈറുൻ വഅക്സറു ദിക്റൻ, ഏറ്റവും ഹൈറാണ്, ഏറ്റവും ദിക്ർ ചൊല്ലുന്നുണ്ട് ലില്ലാഹി അല്ലാഹു തആലാനെ മിൻ റാക്കിബേനെ, പുറത്ത് കയറിയതിനേക്കാൾ. നല്ലൊരു ഹദീസാണ്, എഴുതി വെക്കേണ്ട ഹദീസാണ്. നമ്മൾ ഈ പോത്തിറച്ചിയൊക്കെ വാങ്ങി തിന്നണില്ലേ റഫീഖുലാരെ? നമ്മൾ മനസ്സിലാക്കണം, അത് അല്ലാഹു തആലാക്ക് ദിക്ർ ചൊല്ലിയിരുന്ന അല്ലെങ്കിൽ സുജൂദ് ചെയ്തിരുന്നൊരു പോത്തായിരുന്നു. അതിനെയാണ് ഇപ്പോൾ നമ്മൾ അറുത്ത് തിന്നത്. കേട്ടോ നമ്മൾ പിന്നെ ഇല്ലേ, അങ്ങനെ ചിന്തിക്കാനുണ്ടോ? അല്ലേ, ഭക്ഷണമാക്കി പഠിച്ചാൽ തന്നത് ആ ഓർമ്മ വേണം. അതോടുകൂടെ എന്ത് ചെയ്യുന്നുണ്ട്? സുജൂദ് ചെയ്യുന്നുണ്ട്, തസ്ബീഹ് ചൊല്ലുന്നുണ്ട്. എന്താണ് തസ്ബീഹ് നിങ്ങൾക്ക് അറിയില്ല എന്ന് പറയണത്. കോഴിയാണെങ്കിലും മീനാണെങ്കിലും, മീൻ തിന്നാത്ത ചില ആളുകളൊക്കെ ഉണ്ട് ഇനി പണ്ട്. എന്താ, ചില ആലിമീങ്ങൾക്ക് വേണ്ടി, ഇൽമു പ്രചരിപ്പിക്കുന്നവർക്ക് വേണ്ടി മീനുകൾ പ്രത്യേകം പൊറുക്കലിനെ തോടുന്നു പറഞ്ഞിട്ടുണ്ട്. നോമ്പ് നോറ്റ ആളുകൾക്ക് വേണ്ടി മീനുകൾ പൊറുക്കലിനെ തോടുന്നു പറഞ്ഞല്ലോ. റമളാൻ മാസമായി കഴിഞ്ഞാൽ നോമ്പ് നോറ്റവർക്ക് വേണ്ടി സമുദ്രത്തിലുള്ള മത്സ്യങ്ങൾ പോലും പൊറുക്കലിനെ തോടുന്നു പറയണേ. ആ അമ്മാനത്തിനെ പറ്റി പറഞ്ഞൊരു ആയത്തുണ്ടല്ലോ, അന്തർമക. അമ്മാനത്ത് ആകാശഭൂമികൾക്കും മലകൾക്കൊക്കെ അല്ലാഹു തആല വെളിപ്പെടുത്തി കൊടുത്തു. അവരൊന്നും അത് ഏറ്റെടുക്കാൻ തയ്യാറായില്ല. മനുഷ്യനാണ് ഏറ്റെടുത്തതെന്ന് പറഞ്ഞൊരു ആയത്തില്ലേ.
ഇന്നാ അറളനൽ അമാനത അല സമാവാതി വൽ അർളി വൽ ജിബാലി, ആകാശഭൂമികൾക്കും മലകൾക്കൊക്കെ അമാനത്ത് അല്ലാഹു തആല വെളിവാക്കി കൊടുത്തു. ഫഅബൈന അൻ യഹ്മിൽനഹ, അവരൊന്നും ഇത് ഏറ്റെടുക്കാൻ വിസമ്മതിച്ചു. കയ്യൂല പടച്ചോനെ എന്ന് പറഞ്ഞു. വഹമലഹൽ ഇൻസാൻ, മനുഷ്യനത് ഏറ്റെടുത്തു അമാനത്തിനെ. ഇന്നഹു ളുലൂമുൻ ജഹൂലുൻ, മനുഷ്യൻ അക്രമിയും വിവരം കെട്ടവനുമാണ്. ഇറ്റങ്ങളത്രയും കൂടിയും അന്തല്ല എന്നാണ് ആയത്തിൻ്റെ അർത്ഥം ഇല്ലേ? ഈ ആയത്ത് അമാനത്തിനെ സംബന്ധിച്ചുള്ള എന്താണ് അമാനത്ത്? ചിലത് സ്വമേധയാ മുസ്ലിമാണ്, നമ്മളൊക്കെ അതാണ്. ആകാശം, ഭൂമിയും സൂര്യനും ചന്ദ്രനൊക്കെ ഖിർഹൻ, നിർബന്ധിതമായിട്ടുള്ള മുസ്ലിമാണ്. സൂര്യനൊന്നും നമ്മളെ മറക്കല്ല. ഒരു സെക്കൻഡ് പോലും അള്ളാഹു തആല ധിക്കരിച്ച് പോയിട്ടേ ഇല്ല. അള്ളാഹ് പറഞ്ഞിടത്തൂടെ മാത്രമേ പോയിട്ടുള്ളൂ. ആകാശമാവട്ടെ ഭൂമിയാവട്ടെ ഈ പറഞ്ഞ പോത്തായിക്കോട്ടെ എല്ലാം അള്ളാഹു തആല ഐറ്റങ്ങളിൽ നിന്ന് ഉദ്ദേശിച്ചത് ഏതെങ്കിലും നിലക്കുള്ള സുജൂദും വണക്കവും അനുസരണമാണോ, അങ്ങനെയല്ലാതെ ഇന്നോളം അതൊന്നും പോയിട്ടില്ല. സൂര്യനെ പറ്റി അള്ളാഹ് പറയുന്നത് വശംസു തജ്രീ ലിമുസ്തഖറിൻ ലഹാ, സൂര്യൻ അതിൻ്റെ മുസ്തഖറിലേക്ക്, കേന്ദ്രത്തിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഖിയാമത്ത് അവരുടെ എത്തുള്ളൂ. പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ശാസ്ത്രം പണിയുണ്ടല്ലോ, സൂര്യൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭൂമിനും ഈ ഗ്രഹങ്ങളൊക്കെ പാടെ സൗകര്യമായിട്ട് പോവാണ്, ഭയങ്കര പോക്കാണ് പോകണത്. ഖിയാമത്ത് അന്നോടെ എത്തും. അർശൻ്റെ വീട്ടിലൂടെ സുജൂതരായിട്ട് അവിടെ നിൽക്കും, അന്നോടെ നിൽക്കും അത്. എന്നിട്ട് ആ യാസീനിൽ പറഞ്ഞു ലശംസു യംബഗീ ലഹാ അൻ തുദ്രിക്കൽ ഖമർ, സൂര്യൻ ഒരിക്കലും ഖമറിനെ പിടികൂടാൻ കഴിയില്ല. എന്ന് വെച്ചാൽ വലല്ലൈലു സാബിഖുൻ നഹാർ, രാത്രി പകലിനെ തോൽപ്പിച്ചുകൊണ്ട് രാത്രി വരില്ല. എല്ലാം അതിൻ്റെ ഭ്രമണപഥത്തിൽ അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്, സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും ഇപ്പോൾ ഉച്ചക്ക് എത്ര മണിയാണ്? 1:45 മണിയാണ് പൊട്ട. ഈ സമയത്ത് പെട്ടെന്ന് ചന്ദ്രൻ വന്നാണ്ട് രാത്രിയാകാൻ ചന്ദ്രൻ കൊണ്ട് കഴിയില്ല. ചന്ദ്രൻ്റെ ഉയരത്തിൽ രാത്രി 12 മണിക്ക് ഉദിക്കാൻ ആർക്കും അവകാശമല്ല, സൂര്യനും കഴിയൂല, ഒരു വരൂല്ല. ദാലിക തഖ്ദീറുൽ അസീസുൽ അലീം, അതൊക്കെ അജയ്യനും അഭിജ്ഞനുമായ അല്ലാഹു തആലാൻ്റെ ക്രമീകരണമാണ്. എത്ര സൂറത്തിലുണ്ട്? യാസീനിൽ മാത്രമേ ഉള്ളൂ. യാസീനിൽ എപ്പോഴും നിങ്ങൾ ഇന്നും ചിലപ്പോൾ ഓതിയിട്ടുണ്ടാവണം ഞാൻ അത് പറയണത്. ആ അള്ളാഹ് പറഞ്ഞ ആ ക്രമീകരണത്തിൽ മാത്രമേ സൂര്യനും ചന്ദ്രനൊക്കെ ഒന്ന് വരെ പോയിട്ടുള്ളൂ. നിങ്ങൾക്ക് അതിനുള്ള തസ്ബീഹ് ഒന്നും അറിയില്ലെങ്കിൽ ഇതെന്തെങ്കിലും മനസ്സിലാക്കിക്കൂടെ? ഓലെ സുജൂദ് എന്താണ്, ഓലെ തസ്ബീഹ് എന്താണെന്നൊരു പക്ഷേ നമുക്കറിയില്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കാം. അള്ളാഹു തആല നിശ്ചയിച്ച റൂട്ട് കൂടെ നിശ്ചയിച്ചത് പോലെ മാത്രം പോകുന്നു. മനസ്സിലാണ്ടോ? അങ്ങനെ അവരെ കൊണ്ട് പോകാനും കഴിയുള്ളൂ. അതായിരുന്നു അമാനത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അമാനത്ത് അതിനകത്ത് മനുഷ്യന്മാർക്കോ അള്ളാഹിനെ അനുസരിച്ചും പോകാൻ പറ്റും, ധിക്കരിച്ചും വേണേൽ ചിന്തിച്ചോളി. അമാനത്ത് ഇപ്പം വേണമെങ്കിൽ മനസ്സിലാക്കിയോളി. മനുഷ്യന്മാർ അമാനത്ത് ഏറ്റെടുത്തു എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ അനുസരിച്ചു കൊണ്ടാണ് അങ്ങനെയും പോകാൻ പറ്റുക, ധിക്കരിച്ചും വേണമെങ്കിൽ അങ്ങനെയും. അങ്ങനത്തെ ഒരു സ്വാതന്ത്ര്യത്തോടുകൂടെ സൃഷ്ടിക്കപ്പെടുകയും എന്നിട്ട് അനുസരിച്ചാൽ നാളെ സ്വർഗവും ധിക്കരിച്ചാൽ നാളെ നരകവും കിട്ടുക എന്നുള്ള അവസ്ഥ അതാർക്കേ ഉള്ളൂ, മനുഷ്യന്മാർക്ക്. അത് ഞങ്ങൾക്ക് വേണ്ടതാണ് ആകാശം ഭൂമിയൊക്കെ അള്ളാഹിനോട് പറഞ്ഞത്. അത് നമ്മൾ ഏറ്റെടുത്തോളാം നമ്മൾ പറഞ്ഞു. ആ ജിന്നുകൾക്കുണ്ട്, ജിന്നുകൾക്ക് മാത്രമാണ്. അവർക്ക് തക്ലീഫുണ്ട്, അവർക്ക് നരകമുണ്ട്, സ്വർഗമൊക്കെ ഉണ്ട്. മനുഷ്യരും ജിന്നുണ്ട്. മലക്കുകളില്ല. മലക്കുകൾക്കൊക്കെ ഈ ആകാശ ഭൂമിൻ്റെയും സൂര്യൻ്റെ ഒക്കെമാർക്ക് അനുസരിച്ച് മാത്രമേ പോകാൻ കഴിയുള്ളൂ. ധിക്കരിച്ച സെക്കൻഡ് പോലും മുന്നോട്ട് പോകാൻ വേണമെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളി. അതാണ് വിഷയം. അല്ലാഹു തആല എന്താണോ അവരിൽ നിന്നൊക്കെ ആഗ്രഹിച്ച് പടച്ചപ്പോൾ ഒരു ലക്ഷ്യമുണ്ട്. അല്ലാഹു തആലക്ക് സൂര്യനെ പഠിച്ചതിൽ ഒരു ലക്ഷ്യമുണ്ട്, ചന്ദ്രനെ പഠിച്ചതിൽ ലക്ഷ്യമുണ്ട്, ഭൂമിനെ പഠിച്ചതിനോടൊരു ലക്ഷ്യമുണ്ട്, ആകാശത്തിനെ കൊണ്ടൊരു ലക്ഷ്യമുണ്ട്, ഓരോ പോത്തിനെ കൊണ്ടൊരു ഉദ്ദേശമുണ്ട്, നായനെ കൊണ്ടൊന്നുണ്ട്. അതൊക്കെ ഒരു നിർവഹിക്കുന്നുണ്ട്. പോത്തിനൊക്കെ പഠിച്ചത് നമ്മൾ സേവിക്കുക എന്നുള്ളതാണ്. പശുവാണെങ്കിലും എരുമയാണെങ്കിലും പോത്താണെങ്കിലും മൂരിയാണെങ്കിലും മനുഷ്യന്മാരെ സേവിക്കാനാണ് അല്ലാഹു തആല ആയിട്ട് സൃഷ്ടിച്ചിട്ടുള്ളത്. അതന്നെയല്ലേ ചെയ്തു കൊടുക്കണമെന്നവരെ ഓരൊക്കെ പാടെ ഇവിടെ നമ്മൾ ഒഴിവാക്കി പോയിക്കണോ? നമ്മൾ അർത്ഥം തിന്നെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും നാട് വിട്ട് പോയിക്കണോ? ഏതെങ്കിലും പോത്ത് പോയിനോ? അല്ലെങ്കിലൊന്ന് പറഞ്ഞാണ് ആ പോത്തിൻ്റെ മാംസം നമുക്കുള്ളതാണ്. ഒക്കെ ഖുർആനിൽ അല്ലാഹു തആല പറയണില്ലേ, അവലം യറൗ അന്നാ ഖലഖനാ ലഹും മിമ്മാ അമിലത് അയ്ദീനാ അൻആമൻ, നാം അവർക്ക് നമ്മുടെ കരങ്ങൾ കൊണ്ടുണ്ടാക്കിയ കന്നുകാലികളെ കൊടുത്തു. ബാക്കി ഓതി അവലം യറൗ അന്നാ ഖലഖനാ ലഹും മിമ്മാ അമിലത് അയ്ദീനാ അൻആമൻ ഫഹും ലഹാ മാലികൂൻ, ആ കന്നുകാലികളെ അവർ അധീനപ്പെടുത്തുന്നു. ലഹും ഫീഹാ, പിന്നെന്താ വദല്ലൽനാഹാ ലഹും ഫമിന്നാ റകൂബുഹും, കണ്ടോ? നാം അവയെ അവർക്ക് വിധേയപ്പെടുത്തി കൊടുത്തു. നരിൻ്റെ മാർക്കാണോ ഈ പോത്തൊക്കെ? നരിൻ്റെയും സിംഹത്ത് വന്യമൃഗങ്ങളെ മാർക്കാണോ? നമ്മൾ പറഞ്ഞത് കിട്ടൂലേ? അത് അല്ലാഹ് ആക്കിയതാണ്. അത് നിങ്ങളാരെയും കഴിവൊന്നുമല്ല. ആ പോത്ത് അതിൻ്റെ സ്വഭാവം എടുത്തു നോക്കണ്ടേ? പിന്നെ അന്തണ്ടാവില്ലല്ലോ. ആ കൗത്തൊക്കെ കാജും കാലും കെട്ടിട്ട് തള്ളിയിടുമ്പോഴായിട്ട് ഓർമ്മയുള്ളൂ. മാണ്ടില്ലേ ഇനി ഒരു തട്ട് കൊടുക്കുന്നതിന് എപ്പോഴേ അവർക്ക് ഓർമ്മ ഉള്ളൂ. കാജും കാലും നമ്മൾ കെട്ടില്ല, അത് വരെ അവർക്ക് ഓർമ്മ ഉണ്ടാവില്ല.
കണ്ടാണ് നിങ്ങളതൊക്കെ അള്ളാൻ്റെ പണിയാണ്. അതുകൊണ്ടല്ല അർത്ഥം തിന്നാൻ പറ്റണത്. ഇതൊക്കെ ഖുർആനിൽ പറയാണ് ലഹും ഫമിന്നാ റകൂബും. അതുകൊണ്ടാണ് അവരുടെ വാഹനമാണത്. ചില കന്നുകാലികൾ വാഹനമാണ്. കുതിര, കൈത, ഒട്ടകമൊക്കെ ഭയങ്കര വാഹനമല്ലേ. ലഹും ഫമിന്നാ റകൂബും വമിന്നാ യഅകുലൂൻ. അതിൽ നിന്ന് തന്നെ തിന്നും ചെയ്യണം. വാഹനം കയറുന്ന സമയത്ത് വാഹനം കയറും. പിന്നെ അറുക്കേണ്ടി വരുമ്പോൾ കല്യാണം തക്കാറോ നേർച്ച കൊണ്ടുമ്പോൾ അറുത്ത് തിന്നും ചെയ്യണം. പിന്നെന്താ പറയണത്? വലഹും ഫിഹാ മനാഫിഉ വമശാരിബു. ഒരുപാട് ഉപകാരങ്ങൾ. അതിൻ്റെ ചാണകമടക്കം ചുരുക്കി പറയുകയാണെങ്കിൽ നെയ്യും മോരും പാലും തൈരൊക്കെ പോട്ടെ, ചാണകത്തിന് വേണ്ടി കന്നുകാലികളെ വാങ്ങി വളർത്തുന്നത് എത്ര ആളുണ്ടോ എമ്മട്ടേജി ഇല്ലേ? എന്താ ഞാൻ പറഞ്ഞതോ? അതിൻ്റെയൊക്കെ മുസ്ലിം പറഞ്ഞതിൻ്റെ അർത്ഥം അങ്ങനെയെങ്കിലും മനസ്സിലാക്കിയോളൂ. വേറുള്ളത് മനസ്സിലാക്കാൻ കഴിയൂലെങ്കിൽ അള്ളാഹനുസരിച്ചു നമുക്ക് അങ്ങനെ മനസ്സിലാക്കാമല്ലോ. അങ്ങനെയൊന്നുമല്ല. എല്ലാത്തിൻ്റെയും തസ്ബീഹ് ഇങ്ങോട്ട് നോക്കി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയൊക്കെ സ്വഹാബത്തിനോട് പറഞ്ഞു, പണ്ട് ഒരാൾ ഒരു പശുവിനെയും തുളിച്ച് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇയാൾ കുഴങ്ങിയപ്പോൾ അതിൻ്റെ പുറത്താണ് കാര്യമാണ്. അപ്പോൾ ഈ പശുവും കൂടി തിരിഞ്ഞാണ്ട് പറഞ്ഞല്ലോ, ഇന്നതിനു വേണ്ടി പഠിച്ചതല്ല, ഇന്ന നിലം ഉഴുതാനും കൃഷി നനക്കാനൊക്കെയാണ് എന്നെ അല്ലാഹു തആല പഠിച്ചത്. ഇന്ന പുറത്ത് കയറാൻ യാത്ര ചെയ്യാനല്ല. ശരിയാണ്, യാത്ര ചെയ്യാൻ കുതിരയും ഒക്കെയാണ് അല്ലാഹു തആല പഠിച്ചത്. പശുവിന് അതിന് പറ്റൂല, വലിയ സുഖം കിട്ടൂല. അപ്പം സ്വഹാബത്ത് പഠിച്ചവനെ പശു സംസാരിക്കുകയോ എന്ന് റസൂലുള്ളാഹിനോട്. ഉടനെ തങ്ങൾ കൊടുത്ത മറുപടി എന്തെങ്കിലും അറിയോ? ഞാനത് വിശ്വസിച്ചിരിക്കുന്നു, അബൂബക്കർ ഉമറും വിശ്വസിച്ചിരിക്കുന്നു. ഓലണ്ടോടെ ഉണ്ടായിരുന്നില്ല എന്നാണ് ആ സമയത്ത്. പിന്നെ നബി തങ്ങൾ അതേ ഹദീസിൽ തന്നെ പറയാണ്, ഒരു ആടിനെ നോക്കി തന്നെയല്ല ഒരാട്ടിടയൻ ആടുകളിങ്ങനെ നോക്കി പോവാ. അവർ ചെന്നായി വന്നിട്ട് ഒരു ആടിനെ പിടിച്ചു. അതിൽ ഇയാൾ ഓടി ചെന്നിട്ട് ചെന്നായിൽ നിന്നിട്ട് ആ ആടിനെ രക്ഷപ്പെടുത്തി. അതിൽ ചെന്നായി അങ്ങോട്ട് തിരിഞ്ഞിട്ട് പറയണമല്ലോ, ഈ സബിൻ്റെ ദിവസം വരും, വന്ന് ആരാ രക്ഷിക്കുക? എനിക്ക് അല്ലാഹു തആല എന്നൊരു ഭക്ഷണം എൻ്റെ വായിൽ നിന്ന് പിടിച്ചെടുത്തു. ആട്ടിടയനോട് ആരാ പറയണേ? മുത്തഫഖുൻ ഹദീസാണ്. റിയാദുസ് സാലിഹിലുണ്ട്, മിഷ്കാത്തിലുണ്ട്, ഇത്തവലൊക്കെ ഉണ്ട് ഈ ഹദീസ്. എനിക്കല്ല തന്ന ഭക്ഷണമല്ലേ? അങ്ങനെ നമ്മൾ കരുതരുത്. അങ്ങനെ വിശാലമായിട്ട് കരുതുന്ന ആളുകളൊക്കെ ഉണ്ട്. എന്തെങ്കിലും കൃഷിയൊക്കെ ഉണ്ടാക്കി വല്ല കിളികളൊക്കെ തിന്ന് പോയാൽ അവർക്കൊരു ഭക്ഷണമായി എന്ന് കരുതുന്ന വിശാലമായി ചിന്തിക്കണമൊക്കെ ഉണ്ട്. വേണമെങ്കിൽ ചിന്തിച്ചോളൂ. ഇനി സബുവിൻ്റെ ദിവസം വരും. ഇടയന്മാരൊന്നും ഇല്ലാത്ത വന്യമൃഗങ്ങൾ മാത്രമുള്ള ഒരു ദിവസം വരാനിരിക്കുന്നുണ്ട്. അന്ന് ആരാ കാക്കാന്ന് ചോദിച്ചു. അപ്പോഴും ആളുകൾ ചെന്നായ സംസാരിക്കുക നബിയെന്ന്. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞത്, ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, അബൂബക്കറും വിശ്വസിക്കും, ഉമറും. നിങ്ങൾക്ക് നമ്മൾ സോക്കട മനസ്സിലായോ? നമുക്കൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിശ്വസിക്കും, ഉമർ ഫാറൂഖ് വിശ്വസിക്കും. അവരൊക്കെ എന്തൊക്കെ കണ്ടു റസൂലുള്ളാഹിൻ്റെ ഒപ്പം എന്നറിയങ്ങൾ. നമ്മളെല്ലാ വെള്ളിയാഴ്ച മിമ്പറുമ്പിൽ ഇങ്ങനെ ഓതലുണ്ട്. റസൂലുള്ളാഹിൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലൂലേ രണ്ടാമത്തെ ഖുത്ബയിൽ? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് അല്ലദീ സബ്ബഹ ഫീ യദിഹിൽ ഹസ്വാ വനബഅ മിൻ ബൈനി അസ്വാബിഹിൽ മാ എന്നാണ് പറയുന്നത്. അല്ലദീ എങ്ങനെയുള്ള നബിയാണ്? സബ്ബഹ തസ്ബീഹ് ചൊല്ലി, ഫീ യദിഹി അവിടുത്തെ പരിശുദ്ധ കരത്തിൽ വെച്ചുകൊണ്ട്, അൽ ഹസ്വാ ചരൽക്കല്ലുകൾ. നിബിധങ്ങൾ ഇങ്ങനെ ചരൽക്കല്ലുകൾ പൊറുക്കിയെന്നാണ്. അപ്പോൾ അതിൻ്റെ തസ്ബീഹ് ചൊല്ലണത് ആര് കേട്ടു? സ്വഹാബത്ത്. അങ്ങനെ ഒരു സംഭവമുണ്ട്. അതിലേക്കാണ് അവിടെ ഖുത്ബയിൽ ഓർമ്മപ്പെടുത്തുന്നത്. അല്ലദീ സബ്ബഹ ഫീ യദിഹിൽ ഹസ്വാ ഇല്ലേ? റഫീഖുൽ അങ്ങനെ ഒത്തുപോകല്ലേ? ഇവിടുത്തെ ഒത്തുവിലൊന്നും ഇല്ലേ? വനബഅ മിൻ ബൈനി അസ്വാബി, അവിടുത്തെ പരിശുദ്ധമായ വിരലുകൾക്കിടയിൽ നിന്ന് നിർഗളിച്ചു വന്നു അൽ മാവു, പരിശുദ്ധമായ പാനീയം. അതുണ്ടായത് തന്നെയാണ്. അതും സ്വഹാബത്ത് കണ്ടത് തന്നെയാണ്. അത് പല സ്ഥലത്തുണ്ടായിട്ടുണ്ട്. ഒന്ന് ഉദൈബിയിൽ വെച്ചിട്ടുണ്ടായിട്ടുണ്ട്. കുറച്ച് വെള്ളമുള്ളൂ. ഇനി ആ വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞിട്ട് റസൂലുള്ളാഹിക്ക് വെള്ളം ഇട്ട് കൊടുത്തു. അതിലങ്ങോട്ട് വെള്ളം കണ്ട് ഇഷ്ടം പോലെ നല്ല വെള്ളം അങ്ങോട്ട് ഉണ്ടായി എന്നുള്ളതാണ്. സംസം വെള്ളത്തിൻ്റെ മേലെയാണ് ഈ വെള്ളം എന്നാണ്. സംസം വെള്ളം മണ്ണെന്നല്ല വന്നത്, ഇത് വിരലിൻ്റെ അടിയിൽ നിന്നാണ് വരുന്നത്. സംസം വെള്ളമാണോ ഭൂമിയിൽ വെച്ച് ഏറ്റവും വലിയ പരിശുദ്ധമായ വെള്ളം, അഫ്ളലായ വെള്ളം ഈ വെള്ളമാണ്. എത്രയോ കല്ലുകൾ മക്കത്തായെന്ന് റസൂലുള്ളാഹിക്ക് സലാം ചൊല്ലുമായിരുന്നു എന്നാണ്. ആ സൗർ ഗുഹയിൽ വെച്ച് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടിച്ച പാമ്പിനെ പറ്റി നിങ്ങൾ കേട്ടിയില്ലേ? അത് കടിച്ചത് എന്തുകൊണ്ടാണല്ലോ? അത് റസൂലുള്ളാഹിനെ കാത്തിക്കാണല്ലോ മാളത്തിൽ വരുമെന്ന് പറഞ്ഞാണ്ട്. അപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുടെ കാല് തിരികെ വെച്ചപ്പോൾ അതിന് കാണാൻ പറ്റില്ലല്ലോ, അതിന് കടിച്ചതാണെന്നുള്ള നിവേദനം ഉണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നിങ്ങൾ കരുതിയമാർക്കല്ല, സംഗതികളൊന്നും നമ്മൾ കരുതിയമാർക്കല്ല മോമിനികളെ. ബഹീറ എന്ന് പറയുന്ന പുരോഹിതൻ റസൂലുള്ളാഹിക്ക് ഒരു സ്വീകരണം കൊടുത്ത കഥ നിങ്ങൾ കേട്ട്. 12ാമത്തെ വയസ്സിലാണ് അബൂ താലിബിൻ്റെ കൂടെ ഷാമിലേക്ക് കച്ചവടത്തിന് പോവുകയാണ്. അപ്പോൾ ബഹീറ എന്ന് പറയുന്ന ഒരു പാതിരി ഉണ്ടായിന് വൈക്കൽ.
അയാൾ പോണല്ലൊന്നും മൈൻഡ് ചെയ്യലൊന്നുമില്ല. റസൂലുള്ള ഉള്ള ആ സംഘത്തെ സ്വീകരിച്ചിട്ട് അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്തു. ഒരു ക്രിസ്തീയ പാതിരിയാണ്. ആ സംഭവങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, കുട്ടികൾ റബീഉൽ അവ്വലിനൊക്കെ പറയലുണ്ട്, അത് മിഷ്കാത്തിലൊക്കെ ഉണ്ട് ഈ ഹദീസ്. അങ്ങനെ അയാൾ പറഞ്ഞെന്താ അറിയോ, ഞാൻ സാധാരണ നിങ്ങൾ പോകുമ്പോൾ മൈൻഡിലില്ല, ഇപ്പം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങളിങ്ങനെ ഇറങ്ങി വരുമ്പോൾ മരങ്ങളൊക്കെ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾക്ക് ഇങ്ങനെ സുജൂദ് ചെയ്യണ ഞാൻ കാണുന്നുണ്ട്. മരങ്ങളിങ്ങനെ താന്ന് സുജൂദ് ചെയ്യണമെന്ന് ഞാൻ കണ്ടു. അത് അമ്പ്യാക്കന്മാർക്ക് മാത്രമേ എന്തേ ഉള്ളൂ, അങ്ങനെ ചെയ്യുള്ളൂ. അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ മരത്തിൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ എല്ലാവരും തണലിലോടത്തൊക്കെ ഇരുന്ന് ഈ കുട്ടി ഇരുന്നിടത്തേക്ക് മരത്തിൻ്റെ തണൽ അങ്ങോട്ട് വന്നു. അപ്പോൾ ഈ കുട്ടിയാണത്, ഈ കുട്ടി നാളെ നബിയുള്ള കുട്ടിയാണ്. അതുകൊണ്ട് അബൂ താലിബിനോട് പറഞ്ഞു, ഈ കുട്ടി ഞങ്ങൾ ഷാമക്ക് കൊണ്ടുപോകാൻ പാടില്ല, ഇതിൻ്റെ ലക്ഷണം കണ്ടിട്ട് നബിയാന്ന് മനസ്സിലാക്കിയിട്ട് ജൂതന്മാർ ഇപ്പം തന്നെ കൊല്ലുന്നു. കേട്ടണോ? മരം, അങ്ങനെ എന്തെല്ലാം സംഭവങ്ങൾ. ഉഹുദ് മല നാളെ സ്വർഗത്തിലാണെന്ന് നമ്മൾ വിശ്വസിക്കുകയാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച മലയാണ്. മലണ്ട് കിടുങ്ങി തങ്ങൾ കയറിയപ്പോൾ സിദ്ദീഖുണ്ട്, ഉമർ ഫാറൂഖ് ഉണ്ട്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ ഉണ്ട്, നാലാളും പാടെ കയറിയതാ. അപ്പോൾ മല ഇങ്ങോട്ട് കുലുങ്ങാൻ തുടങ്ങി. അപ്പോൾ നബി ചെറിയൊരു ചവിട്ടം കൊടുത്തുകൊണ്ട് അടങ്ങവിടെ എന്ന് പറഞ്ഞു. ഇന്ന മാലയ്ക്ക നബിയുൻ വസിദ്ദീഖുൻ വ ഷഹീദാനി, നിൻ്റെ മുകളിൽ ഒരു നബിയും ഒരു സുദ്ദീഖും 2 രക്തസാക്ഷികളുമുണ്ട് എന്ന് പറഞ്ഞു. ആ 2 ആളും രക്തസാക്ഷിയായും ചെയ്തല്ലോ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാണ്. ആ ഉഹുദ് മല സൗദി ഗവൺമെൻറ് എല്ലാ മല പോലെയല്ല ഉഹുദ് മലനെ കാണുന്നത്. ഉഹുദ് മലക്ക് പ്രത്യേക ലൈറ്റൊക്കെ ഇട്ട് ഇപ്പോൾ വളരെ ഉഷാറാട്ടോ, പെടാതാമാർക്കൊന്നുമില്ല. അപ്പോൾ ഉഹുദ് ശ്രോതാക്കളവിടെ സിയാറത്ത് ചെയ്യാൻ 24 മണിക്കൂറും സൗകര്യമാണ്. സിയാറത്തിനൊക്കെ പയ്യന്മാർക്കല്ല, വലിയ പ്രോത്സാഹനമാണ്. ബദറിലും അങ്ങനെ തന്നെ. അത് ശ്രോതാക്കളെ പേര് എഴുതിച്ചിട്ടുണ്ട്, സിയാറത്ത് ചെയ്യുന്നവർക്കുള്ള മര്യാദകൾ എഴുതിച്ചിട്ടുണ്ട്. മദീനത്തെ എഴുതിയ ചില പ്രധാനപ്പെട്ടൊന്നും ഈ മണ്ണൊന്നും വാരി കൊണ്ടുപോകരുത് എന്നാണ്. ശരിയല്ലേ? മണ്ണൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ മലമ്മൽ, ഏത് മലമ്മൽ? ജബലുർ റുമാത്തിൽ. എനിക്കങ്ങനെ തോന്നിയത് നോഫലെ, കല്ലല്ലാത്തല്ല. ജബലുർ റുമാത്തിൻ്റെ ചെറിയൊരു കുന്ന്, എല്ലാവരും കയറണ കുന്ന്. മറ്റേ ആ വലിയ 8 കിലോമീറ്റർ നീളമുള്ള മലയല്ലേ ഉഹുദ് പറഞ്ഞ്, അങ്ങോട്ട് അവരും കയറുന്നില്ലല്ലോ. ഉഹുദ് സ്വർഗത്തിലാണ്. ഉഹുദുൻ യുഹിബ്ബുനി, എന്നെ സ്നേഹിക്കണ മലയാണ്. ഞമ്മക്കറിഞ്ഞോളന്നില്ല, അല്ലെന്നെ പറഞ്ഞു. നിങ്ങൾക്കറിയില്ല നിങ്ങളെ തസ്ബീഹ് എന്താണെന്നുള്ളത്. എത്ര സ്ഥലത്ത് മുഅ്മിനീങ്ങളെ. ഈ സൂറത്ത് അംബിയായിൽ ദാവൂദ് നബിക്കുള്ള ഒരു മുഅ്ജിസത്തായിട്ട് അല്ലാഹു തആല കൊടുത്തു പറഞ്ഞ എന്താ നിങ്ങൾ, അതിലൊന്ന് കേട്ടോളി നിങ്ങൾ. സൂറത്ത് അംബിയായിൽ നമ്മളെ ഹജ്ജ് സൂറത്തിൻ്റെ നേരെ മുമ്പത്തെ സൂറത്താണല്ലോ. ദാവൂദ് നബിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിരുന്ന ഒരു വലിയ മുഅ്ജിസത്ത് എന്താ പറയുന്നത്, മലകളൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ എന്ത് ചെയ്യുന്നു, തസ്ബീഹ് ചൊല്ലുന്നു. നോക്കി, ഫഫഹംനാഹാ സുലൈമാന വകുല്ലൻ ആതൈനാ ഹുക്മൻ വഇൽമ വസഖർനാ മാ ദാവൂദൽ ജിബാല യുസബ്ബിഹ്ന വത്വയ്ർ വകുന്നാ ഫായിലീൻ. സൂറത്ത് അംബിയയിലെ 79-ാമത്തെ ആയത്താണ്. ഇതൊക്കെ നിങ്ങൾ ഓതുന്നുണ്ട് ഖുർആനിൽ. എന്താ പറഞ്ഞറിയോ? വസഖർനാമായ ദാവൂദൽ ജിബാൽ, ദാവൂദ് നബിയുടെ കൂടെ നാം പർവ്വതങ്ങളെ അദ്ദേഹത്തിന് വിധേയമാക്കി കൊടുത്തിരുന്നു. യുസബ്ബിഹ്ന, ആ പർവ്വതങ്ങൾ തസ്ബീഹ് ചൊല്ലുമായിരുന്നു. ദാവൂദ് നബി സുബ്ഹാനല്ലാഹ് പറഞ്ഞാൽ മലകളും സുബ്ഹാനല്ലാഹ്. വത്വയ്റ, പക്ഷികളൊക്കെ ദാവൂദ് നബിൻ്റെ കൂടെ എങ്ങനെയുണ്ട്? വകുന്നാ ഫായിലീൻ, നാം അങ്ങനെയൊക്കെ ചെയ്യും. അതാ പറയാണ്, നമുക്ക് ഉദ്ദേശമൊക്കെ നമ്മൾ ചെയ്യും. ദാവൂദ് നബിക്ക് അങ്ങനെ മുഅ്ജിസത്ത് കൊടുക്കാൻ തീരുമാനിച്ചു കൊടുത്തു. ദാവൂദ് നബി അങ്ങോട്ട് തസ്ബീഹ് എല്ലാം തിരിഞ്ഞാൽ പക്ഷികളൊക്കെ ഇങ്ങനെ മുകളിൽ വട്ടിട്ട് ഓലും തസ്ബീഹ് തുടങ്ങും, മലകളും ചെല്ലും. പിന്നെ വഅല്ലംനാഹു സന്നത്ത റുബൂസിൻ, ഇരുമ്പ് കൊണ്ട് അങ്കിണ്ടാക്കാനൊക്കെ ഉള്ള വിദ്യയൊക്കെ പഠിപ്പിച്ചു കൊടുത്തു. ഇരുമ്പൊന്നും പെരുങ്കൊല്ലന്മാരന്മാർക്ക് ഇങ്ങനെ തീയിട്ട് ഉരുക്കൊന്നും വേണ്ട, കയ്യോട് ഇങ്ങനെ ആക്കിയാൽ തന്നെ മണ്ണിൻ്റെ മാർക്ക് ഇങ്ങനെ ആയി വരും. ആർക്ക്? ദാവൂദ് നബി ഇസ്ലാമിന്. നിങ്ങൾക്ക് ഞാൻ വേറെ സംഭവം പറഞ്ഞിട്ടേ, അൽബക്കറ സൂറത്തിലൊരു പശുവിൻ്റെ ചരിത്രം പറയുന്നുണ്ടല്ലോ. പശുവിൻ്റെ ചരിത്രം ഒരു ദൃഷ്ടാന്തമാക്കിയിട്ട് പറഞ്ഞു കൊടുത്തിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറയണേ, സുമ്മ കസത്ത് ഖുലൂബുകും മിൻ ബഅദി ദാലിക ഫയക്കൽ ഹിജാറ ഔ അശദ്ദു ഖസ്വ വഇന്ന മിനൽ ഹിജാറത്തി ലമാ യതഫജ്ജറു മിനുൽ അൻഹാർ വഇന്ന മിന്നാ ലമാ യശഖഖു ഫയഖ്റുജു മിനുൽ മാ വഇന്ന മിന്നാ ലമാ യഹ്ബിതു മിൻ ഖശിയത്തില്ലാ വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ. ഇങ്ങോട്ട് നോക്കി,
സുമ്മ കസത്ത് കുലൂബക്കും, പിന്നെ നിങ്ങളുടെ ഹൃദയം കടുത്തുപോയി. നിങ്ങളുടെ ഹൃദയം വല്ലാത്തൊരു ഹൃദയമാണ്. ഇസ്രായേലികളോട് പറയണം, ബനു ഇസ്രായേലികളോട് അവരോട് പറയണം, നിങ്ങളുടെ ഹൃദയം വല്ലാത്ത മീൻ ബാധ്യ താലിക്ക. ഇതൊക്കെ കണ്ടതിൻ്റെ ഇതൊക്കെ കണ്ടു പറഞ്ഞാൽ ഇവിടെയൊക്കെ ഒരാളെ കൊന്നു. ആരെ കൊന്നു? ഒരു വലിയ പൈസ ഉള്ള ആളുണ്ടായിന്. അയാൾക്ക് അന്തർവാസികളായിട്ട് മക്കളൊന്നും ഉണ്ടായിരുന്നില്ല, കുടുംബക്കാരൻ തന്നെയല്ല. ഓലെന്ത് ഇയാളെ കൊന്നു. ഇയാളെ കൊന്നുണ്ടാ മുതൽ തട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വേറെ കൂട്ടക്കാരെ മതിലെങ്കിലും കൊണ്ടുപോയിട്ടു. ഇവിടെ ഓല മേലിൽ കുറ്റാരോപണം നടത്തി. ഇതാണ് സംഭവം. അത് അള്ളാഹുത്താല തെളിയിച്ചു കൊടുത്തു. വേണമെങ്കിൽ ഞാനൊന്ന് ഓതിപ്പോവാത്, ചരിത്രം പറഞ്ഞല്ല. ഇത് കത്തൽത്തു നഫ്സൻ, നിങ്ങൾ ഒരാളെ കൊന്ന സന്ദർഭം. ഫദ്ദാറത്തും അങ്ങോട്ട് തർക്കമുണ്ടാക്കി, ഞങ്ങളല്ല കൊന്നത്, ഓല കൊന്നത്. എന്ത് ചെയ്യുക? കൊയ്യാമോ കൊന്നിട്ട് ഒരു കുടുംബക്കാർ കൊന്നിട്ട് മറ്റേ ഓല ഗേറ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. ഓല കൊന്നതെന്ന് ഇവരാണ് പറയാം. കൊന്നവരെന്നെ പറയാം മറ്റോല കൊന്നതെന്ന്. ഇപ്പോഴൊക്കെ തന്നെ നടക്കണമൊക്കെ പരിപാടികളൊക്കെ. അങ്ങനെ നിങ്ങൾ തർക്കിച്ചു. അങ്ങനെ തർക്കിച്ചപ്പോൾ വല്ലാഹു മുഖ്രിജും മാ കുന്തും തക്തുമുൻ, നിങ്ങൾ മറച്ചു വെക്കണമൊക്കെ അള്ളാഹുത്തല പബ്ലിക് ആക്കും. ഫകുൽനദ്രിബുഹു ബിവാലി, ആ പശുവിൻ്റെ വാല് കൊണ്ട് ആ മൃതദേഹത്തെ അടിക്കണം എന്ന് നാം പറഞ്ഞു. ഒരു പശുവിനെ അറുത്തിട്ട് ആ പശുവിൻ്റെ ഒരു കണ്ടം കൊണ്ട് ആരടിക്കണം? ഈ മരിച്ചയാളെ അടിച്ചപ്പോൾ അയാളാണ് നീച്ചത്. നീച്ചോണ്ട് പറഞ്ഞു എന്നെ കൊന്ന് ഇന്ന ആളുകളാണ്. പിന്നെ അയാൾ അങ്ങനെ തന്നെ മരിച്ചു ചെയ്തു. ഇതാ സംഭവം ഉണ്ടായത്. ചരിത്രം അതാണ്. അതിലേക്കുള്ള സൂചനയാണ് ഖുർആൻ പറയണേ. കദാലിക യുഹ്യില്ലാഹുൽ മൗത, ആ വണ്ണം അല്ലാഹുതആല മരണപ്പെട്ടവരൊക്കെ ജീവിപ്പിക്കും. വയുരീക്കും ആയാത്തിഹി, അല്ലാഹുതആല തൻ്റെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. ലഅല്ലക്കും തഅഖിലൂൻ, നിങ്ങൾ ഗ്രഹിക്കുന്നവരാവാൻ. ആർ കാണിച്ചു തന്ന എമ്മൂട്ടാജി? ഇതൊക്കെ ബനൂ ഇസ്രായേലുകൾക്ക് കാണിച്ചു കൊടുത്താണ്. എന്നിട്ട് ആ കള്ളന്മാർ പിന്നെ എന്താ കാട്ടിങ്ങറിയോ? സുമ്മ കസത്ത് കുലൂബക്കും, ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ ഹൃദയം കടുത്തുപോയി. മീൻ ബാധ്യത ധാരിക്ക ഫൈക്കൽ ഹിജാറ, നിങ്ങളെ ഹൃദയം കല്ല് പോലെയാണ്. കല്ല് പോലെ എന്ന് പറഞ്ഞാണ്ട് അല്ല പറയണേ. കല്ല് പോലെ എന്ന് പറഞ്ഞാൽ കല്ലിന് മോശമാണ്. കാരണം കല്ല് നിങ്ങളെ ഹൃദയത്തിനേക്കാളും നല്ലതാണ്. കാരണം അശദ്ദു കസുവ, കല്ല് പോലെയല്ല, കല്ലിനേക്കാളും കടുത്തതാണ് നിങ്ങളുടെ ഹൃദയം. ഇന്ന മിനൽ ഇജാരത്തി, എന്തുകൊണ്ടെന്നാൽ കല്ലിൻ്റെ കൂട്ടത്തിലുണ്ട് ലമാ യതഫജ്ജറു മിന്നുൽ അന്നാറു, അതിൽ നിന്ന് അരുവികൾ പൊട്ടി ഒഴുകി വരുന്ന കല്ലുകളുണ്ട്. കല്ല് മലയിലൊക്കെ വലിയ കല്ലിൻ്റെ ഉടൻ തന്നെയാണ് ഈ അരുവികളൊക്കെ പൊട്ടി ഒഴുകി വരുന്നത്. ഇന്ന മിന്നാലമാ യശക്കു, ചില കല്ലുകൾ പൊട്ടിപ്പിളരുന്നു. ഫയഖ്റുജു മിന്നുൽ മൗ, അതിൽ നിന്ന് വെള്ളം പുറത്തേക്ക് വരുന്നു. ഇന്ന മിന്നാലമാ യഹ്ബിതു മിൻ ഖശ്യത്തില്ലാ, അള്ളാനെ പേടിച്ചിട്ട് മുകളിൽ നിന്ന് താഴോട്ട് വീണ കല്ലുകളുണ്ട്. ഇന്നിട്ടാണ് പറയണത്. തീർച്ചയായിട്ടും കല്ലിൻ്റെ കൂട്ടത്തിലുണ്ട് ലമ്മ ഒന്ന്. യഹബിത്തു, അതിങ്ങോട്ട് കീപ്പെട്ട് വെക്കും. മിൻ ഖശ്യത്തില്ല, അള്ളാഹാനെ പേടിച്ചിട്ട്. ചില കല്ലൊക്കെ മുകളിൽ നിന്ന് കീപ്പെട്ട് വെക്കണത് അള്ളാഹാനെ പേടിച്ചിട്ടാണ് മോമിനികൾ. വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ, നിങ്ങൾ ചെയ്യണതിന് തൊട്ടൊന്നും അള്ളാഹുത്തആല അശ്രദ്ധരല്ല കേട്ടോ എന്ന് അവരോട് പറഞ്ഞാണ്, ബനൂ ഇസ്രായേലികളോട്. ഖുർആനാണ് ഈ പറയണത്. കല്ലിൻ്റെ കൂട്ടത്തിലും അങ്ങനത്തെ കല്ലൊക്കെ ഉണ്ട്. നിങ്ങൾ ഹൃദയം കല്ലുപോലെ കടുത്തു പറഞ്ഞാൽ കല്ലിനൊരു മോശമാണ്. കല്ല് അതിനാറൊക്കെ എത്രയോ മെച്ചാണ്. കല്ലിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനത്തെ കല്ലുകളൊക്കെ ഉണ്ട് എന്നാണ് അള്ളാഹുത്തആല പറയുന്നത്. ഈ ഭൂമി ഇങ്ങനെ ഹദീസിലുണ്ട്. നാളെ മരിച്ച മയ്യത്തിനെ ഖബറിൽ കൊണ്ടുവച്ചാൽ ഖബർ പറയുമല്ലോ, ഭൂമി പറയും, എൻ്റെ പുറത്ത് നടന്നിരുന്ന ആളുകളുടെ കൂട്ടത്തിൽ വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്നു നീ. ഇന്ന് നിന്നെ ഞാൻ എങ്ങനെയാണ് സ്വീകരിക്കണത് കണ്ടോ എന്ന് പറഞ്ഞിട്ടാണ് ഖബർ സ്വീകരിക്കുക എന്നാണ്. ആര്? ഖബർ പറയണതാണ് ഈ പറയുന്നത്. മറിച്ചാണെങ്കിൽ ഒരു തമ്മാടിയായിരിക്കുന്ന മനുഷ്യനാണെങ്കിൽ ഖബർ അവനോട് പറയും, എൻ്റെ പുറത്ത് നടന്നിരുന്ന ആളുകളുടെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും വെറുക്കപ്പെട്ടവനായിരുന്നു നീ. നിന്നെ ഞാൻ എങ്ങനെ കൈകാര്യം ചെയ്യുന്നത് കണ്ടട്ടോ എന്നും അതും ഖബർ പറയുന്നതാണ്. ഖബറൊന്നും നിങ്ങൾ കരുതിയ ഖബറല്ല. എന്തിനാ ഖബറിൻ്റെ പുറത്തൊരു ഇല കുത്തിവെക്കണത്? അതിൻ്റെ ഇസ്തിഗ്ഫ, അതിൻ്റെ തസ്ബീഹിൻ്റെ ബർക്കത്ത് കൊണ്ട് ശിക്ഷ ലഘൂകരിക്കപ്പെടും. 2 ഖബറാളികൾക്കരികിലൂടെ തങ്ങൾ നടന്നുപോയി. തങ്ങൾ പറഞ്ഞു സ്വഹാബത്തിനോട്, ഈ 2 ഖബറാളികളും ശിക്ഷ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ വലിയൊരു കുറ്റമായിട്ട് കാണുന്ന കുറ്റത്തിലൊന്നുമല്ല. ഒരാൾ നമീമത്ത് പറയുന്ന ആളായിരുന്നു, തമ്മിൽ തെറ്റിച്ച. മറ്റേ ആൾ മൂത്രയിച്ചാൽ മര്യാദയ്ക്ക് മനയിച്ചാത്ത ആളായിരുന്നു. ഇസ്തിബ്ര ചെയ്യൂല. 2 ഖബറിൻ്റെ അരികിലൂടെ തങ്ങൾ പോയി. 2 ആൾക്കും ശിക്ഷ ഉണ്ടെന്ന് തങ്ങൾ പറഞ്ഞു. 2 ആളും വലിയ മനുഷ്യന്മാർ, വലിയ പെരുങ്കുറ്റായിട്ട് കാണണമെന്നല്ല. ഒരാൾ നമീമത്താണ്, തമ്മിൽ തെറ്റിച്ച പറഞ്ഞിട്ട്. നല്ലോണം നടക്കുന്നുണ്ട് ആ പണിയൊക്കെ. കാര്യമായിട്ട് പേരൻ്റെ ഉള്ളിലാണ് നടക്കുക. നമീമത്ത് അതുകൊണ്ട് ഇളച്ചി മൂത്തിച്ച് നാത്തൂനും അമ്മായിമൊക്കെ പാടെ കൂടിയിട്ട് നമീമത്തിൻ്റെ ഒരു കൊട്ടേക്കാരൻ ചില പേരൊക്കെ അന്നില്ലെങ്കിൽ. മനസ്സിലായോ ഞങ്ങൾ? അതടക്കട്ടെ, നമീമത്ത് ഏതായാലും ഉണ്ട്. മറ്റേ മൂത്രം ഒഴിച്ചിട്ട് ഇസ്തിഗ്ഫാർ ചെയ്യാത്ത ആളാണ്.
രണ്ടാമത്തെ ആൾ ഇസ്തിബർ ചെയ്യണം മൂത്രമൊഴിച്ചിട്ടുണ്ടെങ്കിൽ. ഇസ്തിബർ ചെയ്യാനാണെങ്കിൽ മൂത്രമൊഴിച്ചോണ്ട് നീച്ചണം, മനസ്സ് നീച്ച് പിന്നെ ഒന്നോ രണ്ടോ തുള്ളി തുണിക്കൊന്നാണൊരു അവസ്ഥ ഉണ്ടാവരുത്. ഇനി ഇസ്തിബർ ചെയ്താൽ മതി. ഇസ്തിബർ എന്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ലോണം കൂറ്റനക്കിയിട്ട് പിന്നെ അങ്ങനെ കിതാലൊക്കെ പറഞ്ഞിട്ട് ആ മലദ്വാരത്തിൻ്റെ താഴെ ഒരു നരമ്പുണ്ടാവുമല്ലോ, മൂത്രം വരുന്നതാണ്. അതിങ്ങനെ വിരലോണ്ട് ഇങ്ങനെ അങ്ങോട്ട് ഒഴിഞ്ഞ് ലിംഗത്തോട് കൂടെ അങ്ങോട്ട് പിഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ കുറച്ച് മൂത്രമാണ് പോകും. പിന്നെ വരൂല എന്നാണ് തോന്നണം. വരൂല എന്നിങ്ങനെ എക്കച്ചക്കിൽ നിന്നാൽ പിന്നെ വരും എന്നാണ് ഈ യൂറോളജിസ്റ്റുകളൊക്കെ പറയുന്നത്. നമുക്ക് ഈ ശിക്ഷയൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ അതിനെ പറ്റി വസ്വാസായിട്ട് ഡോക്ടർമാരോടൊക്കെ ചോദിച്ചിട്ട് ഞാൻ എന്നോട് കോഴിക്കോടത്തെ ഏറ്റവും വലിയ യൂറോളജിസ്റ്റ് ഉണ്ടായിന് റോയിച്ചാലി, ഞാൻ അയാളത് പോയിരുന്നു. അയാളിനോട് പറഞ്ഞതാണ് ഇഞ്ഞങ്ങോട്ട് വരാനില്ല എന്ന് ഉറപ്പിച്ചണം, അപ്പോഴാണ് അവളോട് ശരിക്കും അടയുള്ളൂ. എനിക്ക് ചിത്രമൊക്കെ വരച്ച് കാണിച്ചു തന്നു. ഇനിയൊരു തുള്ളി ഇങ്ങോട്ട് വരില്ല എന്ന് അസമമാണെന്ന്, എന്നാൽ പിന്നെ വരൂലെന്ന് തോന്നിയാൽ തന്നെ അവിടെ ശരിക്കും അടയില്ല എന്നാണ്. ഓട്ടോമാറ്റിക്കാണ്. അപ്പോൾ എനിക്ക് ചിത്രമൊക്കെ വരച്ച് കാണിച്ചത്. അപ്പോൾ എന്തായാലും വേണ്ടില്ല, അങ്ങനെയൊക്കെ ഒന്ന് ചെയ്തിട്ട് ഇനി വരൂലെന്ന് ഉറപ്പിച്ചിട്ട് ഒറ്റ നീച്ചണം. അല്ലാതെ അത് മൂത്രം ഒഴിച്ച് കഴിഞ്ഞ മനസ്സിൽ നീച്ച് പിന്നെ ഇപ്പോൾ കുട്ടികൾ ചിലരൊക്കെ പഠിച്ചാൽ എന്നാളിനോട് പറയാണ്, ഈ സ്കൂൾ കുട്ടികളൊക്കെ ഉണ്ടല്ലോ മൂത്രമൊക്കെ ഒഴിച്ചുകൊണ്ട് മനരിച്ചാദ്യം പോകണ്ടല്ലോ ആ ഫാനൊക്കെ ഇട്ടാണ്. ഞാൻ മനരിച്ചാലോ പിന്നെ പറയും വേണ്ട, അത് നിന്നാണ്ടല്ലോ മനരിച്ചിന് ഫാനിട്ടുണ്ട്. അതിന് ഓരോ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ശരിക്ക് നമ്മളെ മട്ടം പോലെ മൂത്രമൊക്കെയുള്ള കക്കൂസുകൾ തയ്യാറാക്കാത്തതാണ് അതിൻ്റെ മെയിൻ കാരണം. ശരിക്കുള്ള കക്കൂസുകൾ അറേബ്യൻ രാജ്യത്തുള്ളതാണ് മുസ്ലിങ്ങൾക്ക് പറ്റുള്ളൂ. ഇപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ട് പള്ളികളിലൊക്കെ. ശരിക്കുള്ള കക്കൂസിൻ്റെ മേർക്ക് ഡോറൊക്കെ അവിടെ ഒരു ഉക്കോ ഒരു അയല് വേണം. അതിൽ ഈ ഫാൻ്റെ കൂടെ കഴിച്ച് വെച്ചുകൊണ്ട് ഇരുന്ന് ശരിക്കും മൂത്രം വെച്ച് നീച്ചട്ടെ. ഫാനൊക്കെ ഭയങ്കര ടൈറ്റുള്ള ഫാൻ്റെ കയറും, അതൊക്കെ അയച്ചവിടെ കൊളുത്തിടണം. നാളെ ഒരു സ്ഥലത്ത് പോയപ്പോൾ അങ്ങനെ ഇഷ്ടംപോലെ റൂമുണ്ടാക്കി, അതിലൊന്നും ചെയ്തില്ല, അയലില്ല. ഞാൻ പറഞ്ഞു ഒരു അയലുണ്ടാക്കണം നിങ്ങൾ എല്ലാ കക്കൂസിലും എന്ന് പറഞ്ഞു. ഞാൻ ദസരത്തിൻ്റെ സ്ഥലമാണ്, അവിടെ പുതിയ മൂത്രപ്പുര ഉണ്ടാക്കിയത്. ഇഷ്ടംപോലെ റൂമുകളാണ്, ഒക്കെ ഇങ്ങനെയാണ്. ഇത് വാതിലൊക്കെ വെച്ചുകൊണ്ട് കക്കൂസിൻ്റെ മോഡലാണ്. അപ്പോൾ അവിടെ ഏതില്ല, ഈ ഫാൻ്റെ തൂക്കിയിട്ടാണുള്ളത്, അത് വേണം. നമുക്കൊക്കെ ഇതൊന്നും തൂക്കി ടൈമിൽ ഇതൊക്കെ പാടായിട്ട് നല്ല സൗകര്യമാണ്. അങ്ങനെയാണ് വേണ്ടത്. ഇതൊന്നുമില്ല. നിന്നാണ് മൂത്രമൊഴിക്കാണ്ട് നിന്ന് മനരിച്ച ഇങ്ങോട്ട് ആകെ മൂത്രമൊക്കെ ആക്കി പള്ളിക്കൊക്കെ കൊണ്ട് വരിക. ഇതാണ് ഇപ്പോൾ സ്കൂട്ടികളൊക്കെ ചെയ്യുന്നൊരു സംഗതി. അതിനുള്ള ശിക്ഷയാണ് ആകേണ്ടത്. ഏതാവട്ടെ തങ്ങൾ പറഞ്ഞു രണ്ടാൾക്കും നല്ല അടി കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ടൊരു മട്ടൽ ഈത്തപ്പനെ മടൽ ഇങ്ങോട്ട് കീറിയിട്ട് രണ്ട് കബറിലും കുത്തി വെച്ചിട്ട് തങ്ങൾ പറയാണ് ലാലവുമായി യുഹഫാനി, അവർക്ക് രണ്ടുപേർക്കും ശിക്ഷ ലഘൂകരിക്കപ്പെട്ടേക്കും. മാലം യൈബസ, ഇത് രണ്ടും ഉണങ്ങാത്ത കാലത്തോളം. മനസ്സിലായത്? ഇപ്പം ഞാൻ ഇതുവരെ പറഞ്ഞത് നിങ്ങൾ നല്ലോണം ചിന്തിച്ചിട്ട് നിങ്ങൾക്ക് സംശയം ഉണ്ടോ? ഭദ്രമാക്കുക ഉണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ? ഞാൻ ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടി വരും, നിങ്ങൾ ചോദിച്ചാൽ ഞാനും പറയും. അല്ലാതെ ചോദ്യം മറുപടി പാടെ പറ്റൂല. അപ്പോൾ ഈ തസ്ബീഹ് ഈ കല്ലിനും ഒക്കെ ഉണ്ട് എന്നല്ല പറഞ്ഞു. അപ്പോൾ ആ കബറിനെ തസ്ബീഹ് ചെല്ലണല്ലേ, പിന്നെ എന്തിനാ പിന്നെ ഒരു മരം കുത്തിയേക്കണം എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. ചോദ്യം മനസ്സിലായി? ചെറിയപ്പോൾ ഒക്കെ തസ്ബീഹിലുണ്ടല്ലോ. കല്ല് കബർ സംസാരിക്കണമെന്നൊക്കെ പറഞ്ഞില്ലേ? അപ്പോൾ അവിടെ തസ്ബീഹോടെ ഉണ്ടല്ലോ, കല്ലിൻ്റെ തസ്ബീഹ് ഉണ്ടല്ലോ. അല്ലദീ സബ്ബഹ ഫീ യദിഹിൽ ഹസാ, ചരൽ കല്ലുകൾ നബി തങ്ങളുടെ കയ്യിൽ വെച്ച് സംസാരിച്ചു എന്നല്ലേ തസ്ബീഹ് അല്ലേന്നല്ലേ? കല്ലുകളുണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഒരു പച്ച മിഥുനാജി? ചോദ്യം മനസ്സിലായോ? എന്താ മറുപടി ഞാൻ പറഞ്ഞുതരാം. അതായത് ഇമാമികളൊക്കെ പറയുന്നുണ്ട് ജീവനുള്ളതിൻ്റെ തസ്ബീഹിനാണ് ഒരു ശക്തിയുള്ളൂ. ഈ പച്ചപ്പിള്ളനൊക്കെ ജീവുണ്ട്. ഇപ്പോൾ ശാസ്ത്രം പറയുന്നുണ്ട്, നാടന്മാരും പറയുന്നുണ്ട്. ഞാൻ നാളുടെ പെരിയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു പിലാവ് ഉണ്ടായിരുന്നു, പിലാത്തച്ചുണ്ടല്ലോ, 2 കൊല്ലം കൊണ്ട് കായ്ക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടാക്കിയിട്ട് കായ്ച്ചണില്ല. എല്ലാവരും കത്തിരുത്തി എന്നിട്ട് പറഞ്ഞല്ലോ ഇപ്പോൾ പൊട്ടുമെന്ന് പറഞ്ഞല്ലോ. പിറ്റേന്ന് തന്നെ ഉണ്ടോ? നസറക്ക് അങ്ങനെ പരിപാടി ഉണ്ടോ? ഉണ്ട്. അനുഭവമാണ് ഈ പറയണേ. കുത്തി വേഗം കായ്ച്ചു പറഞ്ഞാൽ കായ്ച്ചല്ലോ. കണ്ടാ നിങ്ങൾ? ഞമ്മക്കിപ്പോൾ വലിയ തെളിവാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ മണ്ണിൻ്റെ തസ്ബീഹിൻ്റെ മാർക്കല്ല ആരെ തസ്ബീഹ്? പച്ചപ്പിൻ്റെ. അതാണ് തഖ്ഫീഫാക്കാൻ, ശിക്ഷ ലഘൂകരിക്കാനുള്ള കൽപ്പായിരിക്കേ ഉള്ളൂ എന്ന് ഞാൻ പറയില്ല. അതൊക്കെ കിതാബുള്ളതാണ്, അറിഞ്ഞിരുന്നുള്ളൂ. അപ്പം അങ്ങനെയാണ് നോക്കുകയാണെങ്കിൽ പിന്നെ ഞാൻ പണ്ട് പറഞ്ഞൊരു കാര്യങ്ങൾക്ക് ഉപകാരപ്പെടും. എന്താണെന്നറിയോ? ഒന്നുകൂടി പറയാണ്. നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് പ്ലേറ്റ് നല്ലോണം വടിക്കൽ സുന്നത്താണല്ലോ. നല്ലോണം വടിച്ച് കഴുകി വെച്ച മാർക്കുണ്ടാവുമല്ലോ റസൂലുള്ള ഭക്ഷണം കഴിച്ചാൽ. ശരിക്കും പഠിച്ചിട്ടേ ചിലർക്ക് ഇങ്ങനെ പഠിച്ചിട്ട് ഇപ്പോൾ അതൊക്കെ ഒരു എന്താണ് വളരെ ഒരു എന്താ പേര് പറയാ, എത്താ അതിന് പറയാ ശരി സാർ? ഷെയ്മേഡാണ് അങ്ങനെ പഠിക്കലും വിരൽ ചെയ്യുമ്പലും ഒക്കെ. അങ്ങനെ വടിച്ചാൽ
ഈ പ്ലേറ്റ് അവന് വേണ്ടി പ്രാർത്ഥിക്കും. എന്താ പ്രാർത്ഥിക്കുക? ആയത്തക്കല്ലാഹു മിനന്നാർ, അല്ല നിന്നെ നരകത്തെ തൊട്ട് മോചിപ്പിക്കട്ടെ. കമാ ആയത്തക്തനി മിന ഷെയ്ത്താൻ, നീ ഷെയ്ത്താനെ തൊട്ട് എന്നെ മോചിപ്പിച്ചതിന് പകരമായി. കാരണം ഇതിൽ ബാക്കി വെച്ചാൽ അത് ഷെയ്ത്താനുള്ള പങ്കാണ്. ഭക്ഷണത്തിൽ നമ്മൾ ബാക്കി വെച്ചാൽ അവിടെ ഷെയ്ത്താന് പങ്കിട്ടി, പഠിച്ചാൽ ഷെയ്ത്താനൊരു പങ്കും ആ പ്ലേറ്റ് എന്താകുന്നു. അതേ ഹദീസിൽ തന്നെ ഉണ്ട് വേറെ ഹദീസ്. ഇതൊക്കെ മിഷ്കാത്തുള്ള ഹദീസാണത്, എൻ്റെ വക പറയല്ല. ഹദീസിൽ മിഷ്കാത്തിൽ ഭക്ഷണം കഴിക്കണതിനെ പറ്റി പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഉള്ള ഒരു ഹദീസാണ്. വേറൊരു ഹദീസ് ഇങ്ങനെ ഉണ്ട്, ക്ലാസ്സൊക്കെ കുട്ടികളെ കയ്യിൽ നിന്ന് വീണ് പൊട്ടിയ കുട്ടികളെ ചീത്ത പറയരുത്, ആ ക്ലാസ്സിൻ്റെ തസ്ബീഹ് നിൽക്കുമ്പോഴാണ് അത് പൊട്ടണത്. ഹദീസുണ്ട്, റോൽ വാനുള്ള തഫ്സീറിൽ ഞാൻ കണ്ടതാണ് ഹദീസ്. എത്രത്തോളം ആധികാരികമാണെന്ന് പറയാൻ പറ്റില്ല, ഈ കൂട്ടത്തിലേക്ക് ചേർത്ത് വെക്കാൻ പറ്റിയ ഹദീസ് തന്നെയാണ്. അതിൻ്റെ ശേഷം ഞാൻ കുട്ടികളെ ചീത്തറിയില്ല ക്ലാസ് കുട്ടികൾ അല്ല, അല്ലെങ്കിലും നമ്മൾ പറയില്ല കേട്ടോ, പെണ്ണുങ്ങളാണ് എന്നൊക്കെ പറഞ്ഞൊരു ക്ലാസ് കുട്ടികൾക്ക് വലിയ ബേജാറായാലും പെണ്ണുങ്ങളാണ്, നിങ്ങൾക്ക് തെത്താം. അതിൻ്റെ തസ്ബീഹ് കഴിഞ്ഞതുകൊണ്ടാണ് അത് പൊട്ടിയത് എന്ന്. അവിടെ കുട്ടികളെന്താക്കണ്ട, ചീത്ത അറിയണ്ട. അങ്ങനെയുണ്ട്. ഇനി നിങ്ങൾക്ക് ഞാൻ വേറൊരു മസല കൂടി പറഞ്ഞുതരാം. അങ്ങനെ ഈ മസല പറയല ഉണ്ടാവുള്ളൂ എന്ന് വെച്ചോളൂ, നമ്മൾ തൈമും പറയലൊക്കെ ഉണ്ടാവുക വെച്ച് വീരല്ല. കാരണം ഇത് പറയാക്കാൻ പറ്റില്ല. നമ്മൾ ഈ മഴ കിട്ടിക്കഴിഞ്ഞാൽ മഴയ്ക്ക് വേണ്ടിയുള്ളൊരു ദുആ നിസ്കാരമൊക്കെ ഉണ്ടല്ലോ, ആ നിസ്കാരത്തിൽ ആരൊക്കെ പങ്കെടുപ്പിക്കണം എന്നുള്ളൊരു ചർച്ച ഉണ്ട്. മഴനെ തേടുന്ന നിസ്കാരം നിസ്കരിച്ച് നോക്കിനോ? അതിരമാ നിസ്കരിച്ച് നോക്കിനോ? മഴ കിട്ടാനായിട്ട് ഇതുവരെ നിസ്കരിക്കേണ്ടി വന്നില്ലല്ലോ. അൽഹംദുലില്ലാ, നമ്മളൊക്കെ എത്ര വട്ടം ഞാൻ ഓതുന്ന കാലത്ത് നിസ്കരിച്ചിട്ടുണ്ട്. പിന്നെ പാലപ്പുറത്ത് ഞങ്ങൾ മഴനെ തേടുന്ന നിസ്കാരം ഉണ്ടാക്കിയിരുന്നു അല്ലേ റഫീഖല്ലേ? ഞാൻ പാലപ്പുറമുള്ളന്ന് മഴ ഇട്ടിട്ടുണ്ട്, മയക്ക് കമ്മിൻ്റെ ആയിട്ടൊക്കെ നിസ്കാരം എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ മഴനെ തേടി നിസ്കാരം ഉണ്ടാകുമ്പോൾ കന്നാലികളെ കൊണ്ടുവന്നെന്ന് പറയുന്നുണ്ട്. കന്നാലികളെ കൊണ്ടുവന്നാണ്ട് സൈഡിനോട് വെക്കണം. എന്താ കാരണം പറയണമല്ലോ? ഐറ്റങ്ങളുടെ ഭാഷയിലുള്ള പ്രാർത്ഥന ഉണ്ട് എന്നുള്ളതാണ്. ഐറ്റങ്ങൾ ഗദ്യന്മാർക്കല്ല, ഓൽക്കും പ്രാർത്ഥനയും ദ്വായും വെള്ളം ചോദിക്കലും കാര്യങ്ങളൊക്കെ ഓൽക്കും ഉണ്ട്. എന്നിട്ട് അതിന് തെളിവായിട്ട് പറഞ്ഞത് ഫിക്കിൻ്റെ താരൊക്കെ പറഞ്ഞൊരു ഹദീസാണ്. റസൂലുള്ളാഹി പറഞ്ഞതാണ്, പണ്ടൊരു നബി ഇങ്ങനെ മഴനെ തേടാൻ വേണ്ടി ആളുകളൊക്കെ വരാൻ പറഞ്ഞു. ആളുകളൊക്കെ വന്നപ്പോൾ ഒരു ഉറുമ്പുണ്ടല്ലോ കയ്യും കാലൊക്കെ മേപ്പെട്ടാക്കി ഇങ്ങനെ കിടക്കണുണ്ടോ. നബി പറഞ്ഞാലോ, ഇനി നമ്മൾ ദ്വാരക്കണ്ട, ഉറുമ്പിൻ്റെ ദ്വാ അത് കേട്ടാണ്. ഉറുമ്പ് ദ്വാരക്കണം എന്നോട്. അത്രയും ഹദീസിലുണ്ട്. പിന്നെ മുഫസ്സിരീങ്ങൾ അവിടെ ഇങ്ങനെ കൂട്ടിക്കൊടുത്തിട്ടുണ്ട്. ആ ഉറുമ്പ് ദ്വാരുന്നത് ഇങ്ങനെയാണോലോ, പഠിച്ചോനെ ഈ മനുഷ്യന്മാർ ചെയ്യണ ഈ ധിക്കാരങ്ങൾ കാരണമായിട്ട് ഞങ്ങൾക്ക് വെള്ളം തരാതിരിക്കല്ല പഠിച്ചോനെ, നീ ഞങ്ങളെ നശിപ്പിക്കല്ലേ. ജനങ്ങൾ ഈ കാട്ടിക്കൂട്ടൽ, അപ്പം ജനങ്ങൾ ആണല്ലോ മനുഷ്യന്മാർ ദുൽമ ചെയ്യുമ്പോഴാണല്ലോ മഴയൊക്കെ തടയൽ. ആ മയനത്തട നിസ്കാരത്തിന് കുത്തുവിലും കൗരിയായിട്ട് ഇസ്തോഫിറു റബ്ബക്കും ഇന്നോക്കാന ഗഫാറായി റുസിലി സമ അലൈക്കും ഇതറാറ എന്നുള്ള ആയത്താവർത്തിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അധികമായി പൊറുക്കെല്ലാം തേടാൻ പറഞ്ഞിട്ടുണ്ട്. ദോഷം കുന്നുകൂടുമ്പോഴാണ് അള്ളാഹു തആല അത്തരം റഹ്മത്തൊക്കെ തടഞ്ഞു വെക്കൽ. അപ്പോൾ ഈ ഉറുമ്പ് എങ്ങനെയാണ് പ്രാർത്ഥിച്ചതെന്ന് അതിൻ്റെ തഫ്സീറിൽ പറയണം. ഇപ്പം എങ്ങനെ ഉണ്ട് അതൊക്കെ തന്നെ ഈ പറഞ്ഞത്. നമ്മൾ വേണമെങ്കിൽ വിശ്വസിച്ചോളി, വിശ്വസിക്കണം. എന്തില്ലെങ്കിലും ഇത് നിങ്ങൾക്ക് ഇങ്ങോട്ട് എത്ര ആയത്തിൻ്റെ സൂറത്തിൻ്റെ ഇപ്പോൾ സൂറത്ത് ജുമേൻ്റെ തുടക്കം എങ്ങനെയാണ്? യുസബ്ബിഹുലില്ലാഹി മാഫി സമാവാതി വമാഫിൽ അർളി എന്ന്. ആകാശത്തും ഭൂമിയിലുള്ള അല്ലാഹനെ വായിത്തുകൊണ്ടിരിക്കും. അതിൻ്റെ ഒരു ഹിക്മത്ത് തഫ്സീറിൽ പറഞ്ഞാൽ എന്താണെന്നറിയോ? ഈ മനുഷ്യന്മാരുടെ തസ്ബീഹൊക്കെ എപ്പോഴും നിരന്തരമുള്ള തസ്ബീഹാണ്. ഓരോ തസ്ബീഹ് മാദിയിലുണ്ട്, മുതാരിയിലുണ്ട്, ഭാവിയിലുണ്ട്, ഭൂതകാലത്തുണ്ട്, വർത്തമാനകാലത്തും മുറിയാത്ത തസ്ബീഹാണ് ഈ അചേതന വസ്തുക്കളുടെ തസ്ബീഹ്. മനുഷ്യന്മാരെങ്ങനെയാണോ ഉറങ്ങണമെങ്കിൽ തസ്ബീഹിലുണ്ടോ? സബ്ബഹ ലില്ലാഹി മാഫി സമാവാതി വമാഫിൽ അർളി, ആകാശഭൂമിയിലുള്ളതൊക്കെ അല്ലാഹുവിനെ തസ്ബീഹ് ചൊല്ലി പ്രകീർത്തിച്ചിരിക്കുന്നു. യുസബ്ബിഹു ലില്ലാഹി മാഫി സമാവാതി വമാഫിൽ അർളി, ആകാശഭൂമിയിലുള്ളതൊക്കെ അല്ലാഹുവിനെ പ്രകീർത്തിക്കും. ഞാൻ ആദ്യം പറഞ്ഞ രൂപത്തിലുള്ള തസ്ബീഹ് എന്തായാലും ഉണ്ടല്ലോ, ഐറ്റങ്ങളൊക്കെ അല്ലാഹു തആല എന്തിനാണോ സൃഷ്ടിച്ചത്, എന്തൊരു ഉദ്ദേശം വെച്ചാണോ, എന്തൊരു സംഗതിക്കാണോ അവരെ അല്ലാഹു തആല സൃഷ്ടിച്ചത്, ആ ലക്ഷ്യം കംപ്ലീറ്റ് യാതൊരു മുടക്കമില്ലാതെ ഓരൊക്കെ ചെയ്യുന്നുണ്ട്. സസ്യങ്ങൾ, മരങ്ങൾ, മലകൾ, ഇതൊക്കെ അല്ലാഹു തആല എന്തിനാ പഠിച്ചൊരു ഉദ്ദേശം ഉണ്ടല്ലോ, ചെയ്യുന്നുണ്ട്. സൂര്യൻ കൃത്യമായിട്ടല്ലേ എത്ര കൊല്ലായി ഇന്ന് വരെ മുടങ്ങിക്കണോ? ചന്ദ്രൻ എല്ലാം മുടക്കുണ്ട്. മീനുകൾ എല്ലാം ഒക്കെ മുസ്ലിമാണ്, ഒക്കെ അള്ളാഹിൻ്റെ ആജ്ഞാനുവർത്തികളാണ്. അള്ളാഹ് വർണ്ണമാർക്ക് കിടക്കുന്നവരാണ്. ഒക്കെ എന്തെങ്കിലും മനസ്സിലാക്കിയോളി, ഈ പ്രപഞ്ചം മുസ്ലിമാണോ മോമിനിങ്ങളെ ഒക്കെ അള്ളാഹിൻ്റെ ആളുകളാണ്. ഇതിപ്പോൾ എടുക്കാൻ പറയണം. നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മൾ പറഞ്ഞു മോമിനിങ്ങളുണ്ട്, കാഫിര്യങ്ങളുണ്ട്. അള്ളാഹുവിൽ തർക്കിക്കുന്ന കാഫിര്യങ്ങളുടെ നേതൃത്വം വഹിക്കുന്നവരോട് അണികളുണ്ട്. പിന്നെ ഇങ്ങനെ ഒരു ഡൗട്ടായിട്ട് ഈ ഭാഗത്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ 3-4 കൂട്ടക്കാരുണ്ട്.
നല്ല മോമിനിങ്ങൾക്ക് അല്ല സ്വർഗ്ഗം കൊടുക്കും. എല്ലാവരുടെ ഇടയിലും നാളെ ലോകത്തിലെ വിധി പ്രസ്താവിക്കുന്നു പറഞ്ഞിട്ട് അതിൻ്റെ ഒരു ഗൗരവം ഒന്നുകൂടിയും പറയാണ്. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഈ പ്രപഞ്ചം മുസ്ലിമാണ്, അള്ളാൻ്റെതാണ്, അള്ളാഹിനനുസരിച്ചുകൊണ്ട് പോവാണ്. നമ്രൂദിനോട് പറഞ്ഞു, ഇബ്രാഹിം നബി അലൈഹി സ്വലാം നമ്രൂദിനോട് പറഞ്ഞു, അള്ളാഹുത്തലാണ് മഷ്രിക്കിൽ നിന്ന് സൂര്യനെ കൊണ്ടുവരുന്നത്, അനക്ക് പറ്റുമെങ്കിൽ മഗ്രിബിൽ നിന്ന് കൊണ്ടുപോകാറുണ്ട്. ഫബുഹിത്തല്ലദീ കഫർ, അതോടെ അവൻ ഉത്തരം മുട്ടി. സൂറത്ത് അൽ ബഖറയിൽ മുഅ്മിനീൻ, അതും കൂടി നോക്കിയാണെന്ന് കേൾപ്പിച്ചരാം. അലം തറ ഇലല്ലദീ ഹാജ ഇബ്രാഹിമ, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് തർക്കിച്ച ഒരാളുണ്ടായിരുന്നല്ലോ, നിങ്ങൾ കണ്ടണോ? അയാളെ നോക്കി നിങ്ങൾ റബ്ബിഹി, റബ്ബിൻ്റെ കാര്യത്തിൽ, ഇബ്രാഹിം നബിയുടെ രക്ഷിതാവിൻ്റെ കാര്യത്തിൽ ഇബ്രാഹിം നബിയോട് തർക്കിച്ച ചങ്ങായില്ലേ, അനാതാഹുല്ലാഹുൽ മുൽക, അവന് ലോകത്തിലെ വലിയ രാജാധികാരം നൽകിയത് കൊണ്ടാണ് ആ കിബറും അഹംഭാവൊക്കെ ഉണ്ടായത്. ഇത് കാല ഇബ്രാഹിമോ, അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞ സന്ദർഭം, റബ്ബി അല്ലദീ യുഹ്യി വയുമീത്, എൻ്റെ റബ്ബാണ് ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതുമെന്ന്. അപ്പോൾ കാല അവൻ പറഞ്ഞു, അന ഉഹ്യി വയുമീത്, ഞാനും ജീവിപ്പിക്കും ഞാനും മരിപ്പിക്കുമെന്ന്. നമ്രൂദ് അങ്ങനെ കാണിച്ചു കൊടുത്തും ചെയ്തു ഇബ്രാഹിം നബിക്ക്. എങ്ങനെയെന്നറിയോ? ചിലപ്പോൾ അതെങ്ങനെയാണ്. പിന്നെ ജയിലിൽ വധശിക്ഷ കാത്ത് നിൽക്കുന്ന രണ്ടാളുണ്ടായിരുന്നു. ജയിലിലുണ്ടായിരുന്നു. രണ്ടാളോട് വരാൻ പറഞ്ഞു. ഇങ്ങോട്ട് ഒരാളോട് ഓനെ കൊല്ലാൻ വേണ്ടി പറഞ്ഞു, തൂക്കാനും പറഞ്ഞു. മറ്റേ ആൾ തൂക്കണ്ടെന്നും പറഞ്ഞു. അപ്പോൾ ഒരാളെ ജീവിപ്പിക്കലായി, ഒരാളെ എന്തൊരു വിഡ്ഢിയാണ് ആലോചിച്ച് നോക്കി. അതാണ് ചെയ്ത്. അപ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാം എന്ത് പറഞ്ഞറിയോ? കാല ഇബ്രാഹിമോ, ഇബ്രാഹിം നബി പറഞ്ഞു, ഇന്നല്ലാഹു യഅതി ബിശംസി മിനൽ മശ്രിഖി, എന്നാൽ അള്ളാഹുത്തആല സൂര്യനെ മശ്രിഖിന്ന് കിഴക്കുന്ന് ഉദിപ്പിക്കുന്നു. ഫഅതി ബിഹാ മിനൽ മഗ്രിബി, നീ മഗ്രിബിന്നൊന്ന് ഉദിപ്പിച്ച് അവനോട് കഴിയുമെങ്കിൽ പറഞ്ഞു. ഫബുഹിത്തല്ലദീ കഫർ, അവൻ ഉത്തരം മുട്ടിപ്പോയി. അള്ളാഹ്ക്കാണി കഴിയും. എപ്പോൾ വേണമെങ്കിലും ഈ സൂര്യനെ കിഴക്കുന്ന് കൊണ്ടുവരാനും പടിഞ്ഞാറുന്ന് എവിടുന്ന് കൊണ്ടുവരാക്കാനോ ആർക്കും കഴിവുണ്ട്. കിയാമത്ത് മുമ്പായിട്ട് ഇനി പടിഞ്ഞാറുന്ന് ഉദിച്ച് വരും ചെയ്യും. അത് ഉത്തരം മുട്ടിപ്പോയി. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും മലകളും ഒക്കെ അള്ളാഹു തആലാൻ്റെ ആജ്ഞാനുസാരം അള്ളാഹ് പറഞ്ഞമാർക്കാണ്. അല്ലാതെ കേവലം യാദൃശികമാണെങ്കിൽ ഇത്ര കൃത്യതയൊന്നും ഇതിലുണ്ടാവില്ല. സൂര്യൻ സഞ്ചരിക്കുന്നുണ്ട്. സൂര്യൻ ഉൾക്കൊള്ളുന്ന 10,000 കോടി നക്ഷത്രങ്ങളുടെ ഗാലക്സി ഭയങ്കരമായിട്ട് മണിക്കൂറിൽ 5 ലക്ഷം കിലോമീറ്റർ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. മണിക്കൂറിൽ 5 ലക്ഷം കിലോമീറ്റർ വേഗതയിലാണ് ഗാലക്സിൻ്റെ നടപ്പ്. ഇങ്ങോട്ടൊന്നും ഇവിടെ ഏറ്റുമുട്ടലില്ല, സംഘടനകൾ, ഇതൊക്കെ കേവലം യാദൃശികമാണോ? ഒരു സൂര്യൻ മഗ്രിബിന് അവിടെ അസ്തമിക്കുമ്പോൾ എത്രയോ സൂര്യന്മാരാണ് ഈ കാണുന്നത്, നക്ഷത്രങ്ങൾ. ഇങ്ങോട്ട് ഇവിടെ പകലുണ്ടാകുന്നുണ്ടോ? രാത്രി തന്നെ എല്ലാം ഉണ്ടാകണുള്ളൂ. സൂര്യനേക്കാളും ഗംഭീരമായ നക്ഷത്രങ്ങളാണ് രാത്രി കാണുന്ന നക്ഷത്രങ്ങളൊക്കെ. അതൊക്കെ എന്താ? ആരാണ് ഇവരാരെങ്കിലും ആണോ? ഇവിടെ അല്ലാത്ത പല ദൈവങ്ങളുണ്ടല്ലോ പലർക്കും. ഓരോട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ കഴിയോ? അല്ലെ ഒരു ദൈവവും ഇല്ലെങ്കിൽ, ഒരു നിയന്താവും ഇല്ലെങ്കിൽ ഇങ്ങനെ എത്ര കൃത്യത ഉണ്ടാകുമോ? കേവലം യാദൃശികമാണെങ്കിൽ. ഇതൊക്കെയാണ് ചോദ്യം. മനസ്സിലായി നിങ്ങൾക്ക്? അതുകൊണ്ട് ഈ പ്രപഞ്ചം മുസ്ലിമാണ്. ഈ പ്രപഞ്ചത്തിലുള്ളവരൊക്കെ അള്ളാഹു തആലാൻ്റെ ആജ്ഞാനുവർത്തികളാണ്. അള്ളാഹ് പറഞ്ഞതനുസരിച്ച് മുന്നോട്ട് പോകുന്നതാണ്. കാരണം മാണെങ്കിൽ മോമിനായിക്കോളി എന്നാണ് ഒന്നും കൂടി പറയുന്നത്. ഇങ്ങോട്ട് വിഷയം മറ്റൊരു വിഷയത്തിലേക്ക് പോവുകയാണ്. തേമത്തെ സംബന്ധിച്ച് 1-2 കാര്യങ്ങൾ പറയണമെന്ന്. 1-2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ബാക്കിയൊക്കെ നമുക്ക് പിന്നെ പറയാം. കാരണം എന്താ വെച്ചാൽ ചിലരൊക്കെ ഞാൻ പറഞ്ഞില്ല, സോക്കടക്കായ നിസ്കാരം നിർത്തിയേക്കാണ്. സോക്കടാണേ വരെയുള്ളൂ. സോക്കടാണ സമയത്താണ് ശരിക്കും നിസ്കരിക്കേണ്ടത്. അപ്പോഴാണ് നല്ല നിസ്കാരം ഇതൊക്കെ പാടേണ്ടത്. കിബിലൊക്കെ മുന്നിട്ടിരുന്നാണ്ട് അതൊക്കെ സുന്നത്താ. ഒരു ബിസ്മിക്കാണ് ചൊല്ല. സുമ്മസ്തക്കി പിന്നെ ബ്രഷ് ചെയ്യാം. തുന്മൻവി ഇസ്തിബാഹത്ത സ്വലാത്തിൽ മഫ്റൂദത്തി, പിന്നെ ഫർളായ നിസ്കാരം ഹലാലാക്കുന്നു എന്ന് നിയത്തൊക്കണം. നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി നല്ല നിയത്ത് വെക്കേണ്ടത്. ഫർളായ നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഞാൻ ടൈമിങ് ചെയ്യുന്നു നിയത്തൊക്കണം. ഇത് എന്നെ സ്ഥലത്ത് പറഞ്ഞപ്പോൾ എന്നോട് ഒരാൾ പറയാം, ദൈവത്തെ ദാസം, അപ്പോൾ ഇതുവരെ ചെയ്ത ടൈമൊക്കെ ഇപ്പോൾ ബാത്തിലായി വെച്ചിട്ടുണ്ട്. കാരണം അയാൾ ഇതുവരെ വെച്ചത് നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ടൈമിങ് ചെയ്തു എന്നാണല്ലോ. ഫർളായ നിസ്കാരം എന്തായിട്ടില്ല, കരുതലില്ല. അങ്ങനെ തന്നെയല്ലേ? ഫറലായ നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ടൈമിങ് ചെയ്തു എന്ന് കരുതിയെങ്കിലേ ഫറൽ നിസ്കരിക്കാൻ പറ്റുള്ളൂ. വെറും നിസ്കാരം കരുതിയാൽ ഫറൽ നിസ്കരിക്കാൻ പറ്റില്ല. സുന്നത്തെ ഒന്നും അവിടെ പൊടിച്ചോളി. ആ നീയത്ത് വെക്കുക. നീയച്ച് വിട്ട് ഫതിരിപ്പ് നിർബന്ധം കൊണ്ട് അടി എടുക്കുക. നീയത്ത് വെച്ചിട്ട് അടിച്ചിട്ടുണ്ട്. ഉദൂൻ അങ്ങനെയാണോ? ഇവിടെ കോരുമ്പോഴാണ് നീയത്ത്. മുഖത്ത് ഇങ്ങോട്ട് കഴുകുമ്പോഴല്ലേ നീയത്തൊക്കെ. ഉദു എന്ന ഫറലിനെ വീട്ടിൽ നിന്നുള്ള നീയത്ത് മുഖം ഇങ്ങനെ മുഖത്തേക്ക് വെള്ളം ഇങ്ങോട്ട് പറ്റുമ്പോഴാണ് നീയത്ത് വേണ്ടത്. കോരുമ്പോഴാണ്. ഇത് അടിക്കുമ്പോൾ ഇത് വേണം. അടിക്കുമ്പോൾ നീയത്ത് വേണം. എന്നിട്ട് വസ്തതിമിൻ നീയത്ത, ആ നീയത്ത് അങ്ങനെ അന്വരിപ്പിക്കുകയും വേണം. ദായമാക്കണം.
വക്കുറും ബിയാബി മസുൽ വജി, മുഖം തടർന്നു വരെ ആ നീയത്ത് വിടാൻ പാടില്ല. അടിച്ചപ്പോഴത്തെ നീയത്ത് എടുത്ത് കൊണ്ടുവന്നപ്പോഴൊക്കെ ഉണ്ട്, മുഖത്ത് കൂടെ എത്തുമ്പോഴും മുഖത്തേക്ക് എത്തുമ്പോഴും ആ നീയത്ത് വേണം, ഉദൂൻ്റെ മാർക്കല്ല. ഇങ്ങോട്ട് ഫംസ ജമിയൽ വജ, ഈ മുഖം ഒന്നായിട്ട് നന്നായിട്ട് തടവുക. ഇതാണ് ഇപ്പോൾ തേമം. ഒരടി എടുത്തു, നിങ്ങൾക്ക് തടർന്നൊക്കെ പറയുന്നുണ്ട്, അതൊക്കെ സുന്നത്താ. ഇങ്ങോട്ട് ആകെ ഇങ്ങോട്ട് തടവുക. എത്രത്തോളം എന്ന് പറഞ്ഞാൽ കണ്ട എത്താൻ മുക്കദ്ദം മൂക്കിൻ്റെ മുൻഭാഗത്തൊക്കെ ഇങ്ങനെ കൊണ്ടുപോകണം. അപ്പോഴേ അങ്ങോട്ട് എത്തുള്ളൂ. വെള്ളമാണെങ്കിൽ അങ്ങോട്ട് പോയിക്കോളൂ, മണ്ണങ്ങനോട് പോലല്ലോ. ഒരു തടവിൽ കഴിഞ്ഞു. അടുത്തത് തുമ്മ തിരുപ്പിൽ നിർബന്ധത്താനെ രണ്ടാമത്തെ അടി കൊടുക്കുക. വംസ ഏതൊക്കെയല്ലോ പിന്നെ വലത്തെ കൈ തടവുക. രണ്ട് കൈ കൊണ്ടല്ലേ അടിക്കണേ, രണ്ട് കൈയിലും മണ്ണുണ്ടല്ലോ. ഈ അടുത്ത കൈ കൊണ്ട് വലത്തെ കൈനാണ് തടവണം ആദ്യമായിട്ട്. അങ്ങനെ തടവുമ്പോൾ എങ്ങനെയാണ് എൻ്റെ രൂപം എന്നറിയോ? തംസഹ, നീ തടവണം ബി ബുത്തൂനി അസാബിൽ യുസ്റ, ഇടത്തെ കൈയിൻ്റെ വിരലുകളുടെ പള്ള കൊണ്ട്, ഈ 4 വിരലിൻ്റെ പള്ളുണ്ടല്ലോ, ഇതുകൊണ്ട് തടവുക. ലുഹൂറ അസാബിൽ യുംന, വലത്തെ കൈയിൻ്റെ വിരലുകളുടെ പുറം ഉണ്ടോ, ഈ 4 പള്ള ഈ 4ത്തിൻ്റെ പുറത്തോട് വെച്ച് കൊടുത്തു. ഇങ്ങോട്ട് അങ്ങനെ കൊണ്ടുപോയിട്ട് തുമ്മിറായി പിന്നെ ലഹരി തിറായി, ഈ മുഴം കൈയിൻ്റെ പുറം ഭാഗത്തോട് അങ്ങനെ പോയിട്ട് ഇൽ മിർഫയ്ക്ക് മുട്ടുവരെ പോയിട്ട് സുമ്മ തംസബി ബത്തിൽ കഫി, ഇനിയിപ്പോൾ ഈ പള്ളമ്മിലുള്ള മണ്ണവിടെ ഉണ്ട്, ഈ ഉള്ളം കൈ ഉണ്ടല്ലോ, അതുകൊണ്ട് ബത്തിന തിറായി ഈ മുഴം കൈയിൻ്റെ പള്ള. എന്നിട്ടോ സുമ്മ ബത്തിന് ഇബുഹാമിൽ യുസ്ര, പിന്നെ ഈ അടുത്തെ പെരുവിരലിൻ്റെ പള്ളുണ്ടല്ലോ, അത് ഞാൻ ബാക്കിയുണ്ടല്ലോ, 4 വിരലിലേ ഇപ്പോൾ എടുത്തിട്ടുള്ളൂ, പിന്നെ ഈ പള്ളയിലെടുത്തിട്ടുള്ളൂ, ഇതിവിടെ ബാക്കിയുണ്ടല്ലോ, ആ പള്ള കൊണ്ട് ലഹ്റ ഇബ്ഹാമിൽ യുംന, വലത്തെ പെരുവിരലിൻ്റെ പുറത്തും തടവുക. സുമ്മ തംസോ ആക്കഥ യുസ്ര, പിന്നെ ഇതേപോലെ നിൻ്റെ ഇടത്തെ കയ്യിന് തടവുക. ഈ വലത്തെ കൈമ ഇനി അടിച്ചൊന്നും വേണ്ടോ, അടിയുടെ കഴിഞ്ഞിരിക്കണം, 2 അടിയേ പാടുള്ളൂ. ഈ അടിച്ചവിടെ ഉണ്ട് ഈ കയ്യമ്മൽ, വലത്തെ കയ്യമ്മത്ത്, അതിങ്ങനെ ഇടാം, ഇങ്ങനെ പോകുന്നു. ഇപ്പം എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആർക്കും പ്രശ്നമില്ലല്ലോ. ഇപ്പം എല്ലായിടത്തും ആയില്ലേ, എല്ലായിടത്തും തടവെത്തി. 2 അടി അടിക്കൽ നിർബന്ധമാണ്. ആ മണ്ണ് തന്നെ മതി. അവിടെ ഉണ്ടല്ലോ അടിച്ചിനാ അതിലെന്നെ അടിച്ചാൽ മതി. പക്ഷേ നമ്മൾ ഈ ഉപയോഗിച്ച് മേത്തൊക്കെ ആയതുണ്ടല്ലോ, മുഖത്തും കയ്യുമ്മലുള്ള മണ്ണുണ്ടല്ലോ, അത് ഒഴിവാക്കണം, അത് ഈ കാവരുത്, അപ്പോൾ മുസ്താമലാവും. അല്ലല്ല, ആ മണ്ണോട് അടിച്ച മണ്ണോട് തന്നെ ഇഞ്ഞും അടിച്ചാൻ പറ്റുമെന്നാണ് ചോദിച്ചത് അല്ലേ? ഇങ്ങോട്ട് കൊയമോ ഈ ടേബിൾ മുമ്പിൽ ഒരു കടലാസിൽ വെച്ച് മണ്ണ് വെച്ചു, അതിൽ 2 അടി അടിച്ചത്, ആ മണ്ണ് ഇപ്പം ഇഞ്ഞോടെ ഉണ്ടല്ലോ, ഞാൻ അസറിനും അതിൽ തന്നെ അടിച്ചാൽ മതിയോന്ന്, അതാ ചോദ്യം. അതിൽ തന്നെ അടിച്ചാൽ മതി. പക്ഷേ അതിക്ക് ഈ മുഖത്തൊന്നും കൈമത്തൊന്നും ആക്കരുത്, മുസ്താമലാവും. അതൊന്നും പറ്റില്ല. ഷാഫി മതപ്രകാരം നല്ല പൊടിയുള്ള മണ്ണായിക്കണം. അപ്പോൾ തയമ്മു സ്വൈദൻ തൊയ്യബ, നല്ല പരിശുദ്ധമായ മണ്ണ് കൊണ്ട്. പിന്നെ അനഫി മധുബിലും മാലിക്കി മധുബിലൊക്കെ ഒരു വിട്ടുവീഴ്ച ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. മാലിക്കി മധുബിലൊക്കെ ഏത് പ്രതലത്തിലും അടിക്കാവുന്നതാണ് എന്നാണ് ഞാൻ കേട്ടതാണ്. അതന്നെ അങ്ങനെ ഉണ്ട്, മാലിക്കി മധുബിലാണ് അതുണ്ട്. ഞാൻ ആ മാലിക്കി മധുബിലെ കിതാബൊന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ കുടുങ്ങുമ്പോൾ മഴക്കാലമാണ്, ഒരു മണ്ണും കിട്ടാനില്ല, ഇവിടെ പൊട്ടു, അത്രയൊരു സമയത്തൊക്കെ പണ്ടൊക്കെ അച്ഛന് പോകുമ്പോൾ ഈ മണ്ണും കൊണ്ടുപോകലാണ്. എല്ലാ പൊടിയും പെട്ടിയിലാക്കുമല്ലോ, ഇങ്ങോട്ടൊരു പെട്ടിക്കേണ്ട ഒരു പിന്നെ ചൂടിക്കയറുകൊണ്ട് ഒരു ഇതൊക്കെ ഉണ്ടാക്കിയത്. ആ പെട്ടിയിൽ എല്ലാ പൊടിയും ഉണ്ടാവും, മുളകും പൊടി, മല്ലിപ്പൊടി, അരിപ്പൊടി. ഈ മണ്ണിൻ്റെ ഒരു പേക്കുണ്ടാവും. ഈ മണ്ണെന്തിനാ തേമം ചെയ്യാനുള്ളത് ഇല്ലേ പണ്ട് അച്ഛന് പോകുമ്പോൾ? അതാണ് ശ്രദ്ധ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ അങ്ങനെ ഉണ്ടായില്ല, അപ്പം നമ്മൾ ഈ കുടുങ്ങിയ ഘട്ടത്തിൽ ഈ മധുബൊക്കെ ഇപ്പോൾ തൊട്ട ഉദാഹരണ വിഷയത്തിലൊക്കെ തവാഫ് ചെയ്യുമ്പോൾ നമ്മൾ ഷാഫി മധുബ് അനുസരിച്ച് കഴിയില്ലല്ലോ, അങ്ങോട്ടും തൊടും ഇങ്ങോട്ടൊക്കെ തൊടുപ്പോൾ ആ നീയത്ത് ഒതു നോക്കുമ്പോൾ അങ്ങനെ കരുതിയാൽ മതി. അനഫി മധു പ്രകാരമാണ് ഇപ്പോൾ ഞാൻ ഒതുക്കണമെന്ന് കരുതുക. തലക്കൊന്ന് കുറച്ച് ഉഷാറായിട്ട് തടവുക. എന്ന മാരിക്ക് തേമം ചെയ്യേണ്ട ഘട്ടമൊന്നും മണ്ണ് കിട്ടാനില്ല. അപ്പോൾ ഈ പറഞ്ഞ മാലിക്കി മധുബ് അനുസരിച്ചൊക്കെ എവിടെയെങ്കിലും ഒന്നാണ്ട് അടിച്ചാൽ മതി, ഭൂമിയിലോ ചോരുമലോ ട്രെയിനിലോ പ്ലേറ്റിലൊക്കെ. അപ്പോഴാണ് ചെയ്യേണ്ടത്. നമ്മൾ ശരിക്കും ഈ പൊടിയുള്ള മണ്ണ് നമ്മൾ അങ്ങനെ ഒരു സാഹചര്യം വരുന്നുണ്ടെങ്കിൽ അതും കൂടി നമ്മൾ കരുതണം. നമ്മളെല്ലാം കരുതൂലേ, ആദ്യം ഇതാ കരുതേണ്ടത്. എപ്പോഴും നിസ്കാരത്തിൻ്റെ കാര്യമാണ് എപ്പോഴും നമ്മൾ ജാഗ്രത വേണ്ടത്. ഇപ്പോൾ ഗൾഫിൽ നിന്നൊക്കെ മക്കളൊക്കെ വിളിച്ചുമ്പോൾ എത്തന്മാരുടെ കുട്ടിക്ക് നോമ്പറക്കാൻ പൊരിച്ച് കരിച്ചൊക്കെ തറാവീസ് കേൾക്കലുണ്ടോ എന്ന് ചോദിച്ചോ എന്ന് ചോദിക്കണം നിങ്ങൾ അല്ലേ? കുടീന്ന് അങ്ങനെ ചോദിക്കൂലേ, ഉമ്മാൻ്റെ എത്താണ് നോമ്പറക്കണ്ടോ, നോമ്പ് തുറന്നൊക്കെ ചോദിച്ചാൽ കൊണ്ടിട്ട് തറാവീസ് കേൾച്ചണം ഉമ്മാൻ്റെ കുട്ടി ആദ്യം അതാ ചോദിച്ചിട്ടുണ്ട്. അപ്പോഴല്ലേ ഓൾക്ക് ഉസാറുണ്ടാവുള്ളൂ. കേൾച്ചണില്ലേ എന്ന മാർക്ക് നിങ്ങൾ കേട്ടില്ലേ? ദജ്ജാലോടെ വരുമ്പോൾ ആകെ 40 പൈസ ഉണ്ടാവുള്ളൂ. അതിൽ ആദ്യത്തെ ഒരു ദിവസം ഒരു കൊല്ലയിക്കാരം തന്നു. അപ്പോൾ ഉടനെ സ്വാമികൾ ചോദിച്ചു, നബി അന്ന് ഞങ്ങൾക്ക് 5 വക്ത് ഉണ്ടാവുള്ളൂ ആ ദിവസം, അതോ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ സ്വാമികൾ ചോദിച്ചല്ലോ, ഒരൊറ്റ ദിവസം ഒരു കൊല്ലത്തിൻ്റെ അത്ര ഉണ്ടാവും, 2ാമത്തെ ദിവസം ഒരു മാസത്തിൻ്റെ അത്ര ഉണ്ടാവും,
അങ്ങനെ പിന്നെ ഒരു ആഴ്ചൻ്റെ അത്ര ഉണ്ടാവും, പിന്നെ സാധാരണ ദിവസം പോലെയൊക്കെയാണ്. ഉടനെ സ്വഹാബികൾ ചോദിക്കുകയാണ്, ആ ഒരു കൊല്ലത്തിൻ്റെ അത്രയുള്ള ആ ഒരു ദിവസത്തിൽ 5 നിസ്കാരം 5 നേരം മതിയോ? തങ്ങൾ പറഞ്ഞൊരു കൊല്ലത്തെ നിസ്കാരം നിസ്കരിക്കേണ്ടി വരും, കണക്കൂട്ടിയാണ് നിസ്കരിക്കേണ്ടി വരും. ഞാൻ പറയണത് സ്വഹാബത്തിൻ്റെ ആ ചോദ്യം ഉടനോടെ വന്നല്ലോ. കാരണം സ്വഹാബത്ത് അതിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ്. ഇതിനു വേണ്ടി ഇബാദത്തെടുക്കാൻ വേണ്ടി. മറ്റൊക്കെ സെക്കൻഡാണ്, കരിച്ചവും പൊരിച്ചൊക്കെ സെക്കൻഡാണ്, നിസ്കാരമാണ് ഫസ്റ്റ്. അപ്പോൾ അതിന് പറ്റിയുള്ള ചോദ്യങ്ങളാണ് മുമിനിങ്ങൾക്ക് വരിക. അത് മനസ്സിലാവും. കഫറ എന്ന് വായിക്കും, ഓരോ നെറ്റിമേൽ കഫറ എന്നിങ്ങനെ മുമിനിങ്ങൾ കാണും, കാഫിരിങ്ങൾ കാണും. പിന്നെ ഒരു മുമിനായിരിക്കുന്ന മനുഷ്യനെ കാണാൻ വേണ്ടി പോണ കഥയൊക്കെ പറയുന്നുണ്ട്. ഈ ഉമ്മത്തിലെ ഏറ്റവും വലിയ ഷഹീദ് ദജ്ജാലിലെത്തി ചെല്ലോ. ദജ്ജാൽ പിന്നെ ഇയാൾ കണ്ടപ്പോൾ ഇത് കാഫറാന്ന് മനസ്സിലായി, ഞാൻ വിശ്വസിക്കണില്ലായിരുന്നു. അപ്പോൾ ദജ്ജാൽ അവനെ 2 കണ്ടാക്കും, 2 കണ്ടം കണ്ടാക്കിയിട്ട് 2 കണ്ടം അങ്ങോട്ട് കൊണ്ടുകൊണ്ട് അറിയും. പിന്നെ അങ്ങോട്ട് കൂട്ടിയിട്ട് അങ്ങോട്ട് ജീവിപ്പിച്ചിട്ട് ഇപ്പം മനസ്സിലായില്ലേ ഞാൻ പഠിച്ചോനാന്നുള്ളത് മനസ്സിലായിരുന്നു ദജ്ജാൽ. അപ്പോൾ ഈ മനുഷ്യൻ പറയും ഏറ്റവും വലിയ കളനായപ്പോൾ എനിക്ക് നല്ലോണം മനസ്സിലായി എന്ന് ആണ് അയാൾ പറയാം. പിന്നെ ആ മനുഷ്യനെ എങ്ങനെ കൊല്ലാൻ നോക്കിയാലും ദജ്ജാലിനോട് കൊല്ലാൻ കഴിയില്ല. ആ ആൾ ദജ്ജാലിൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് പോയ കഥയാണ് ഹദീസിൽ പറയുന്നത്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ദുആ ചെയ്ത് നിർത്തുക അല്ലേ, ബാക്കി നമുക്ക് നാളെ പറയും.